ഇങ്ങനെ ഒരു സംഭവം നിലവിൽ വന്നതുകൊണ്ട് പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ജനുവരി 25 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നാഷണൽ വോട്ടേഴ്സ് ഡേ, ദേശീയ സമ്മതിദാന ദിനം എന്നുള്ള നിലയിൽ ആചരിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് 18 വയസ്സ് തികഞ്ഞ ബുദ്ധിക്ക് സ്ഥിരതയുള്ള എന്ന് വെച്ചാൽ മാനസിക രോഗി അല്ലാത്ത ഏതൊരു ഇന്ത്യൻ പൗരനും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു വരാനുള്ള അവകാശമുണ്ട്. അതായത് ഒരു വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നു വരാനുള്ള അവകാശമുണ്ട്. ഇത് നിരന്തരമായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. 2 വർഷം മുമ്പ് വരെ വർഷത്തിൽ ഒരു തവണ 1/1 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വർഷം ജനുവരി 1-ാം തീയതിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന ആൾക്കാണ് വോട്ട് ചേർക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് വർഷത്തിൽ 4 തവണ ചേർക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ അപേക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫോമുകൾ വെരിഫൈ ചെയ്ത് ഓഫ്ലൈനായിട്ട് BLOമാർ നമ്മളെ വീട്ടിൽ വന്ന് അന്വേഷിച്ച് വേണ്ട ഡോക്യുമെന്റുകളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വോട്ട് ചേർക്കുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ അത് മാറി നമ്മൾ അക്ഷയ സെന്ററുകളിൽ പോയി നമ്മൾ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ BLOമാർക്ക് ഓരോരുത്തർക്കും ഓരോ ബൂത്തിന്റെ ആപ്പ് ഉണ്ട്. ഈ ആപ്പിലേക്ക് അവരുടെ ബൂത്ത് പരിധിയിൽ നിന്ന് പുതിയ വോട്ടറായിട്ട് ആരെങ്കിലും അപേക്ഷകരുണ്ടെങ്കിൽ ആ വിവരം ലഭിക്കും. അവർ ആ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആ അപേക്ഷ വെരിഫൈ ചെയ്ത് ഓൺലൈനായിട്ട് തന്നെയാണ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ചില ഫോംസ് ഉണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ കേട്ടാൽ മതി. കാരണം ഇപ്പോൾ ഫോമുകളെ പറ്റി ഇങ്ങനെ പല ചാനലുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോം 6 എന്ന് പറയുന്നത് ആദ്യമായിട്ട് വോട്ട് ചേർക്കുന്ന ഒരാൾക്കുള്ള ഫോമാണ്. ഫോം 6A എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായ ഒരു മനുഷ്യൻ നാട്ടിൽ സ്ഥിരതാമസമില്ല, വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പ്രവാസിയായിട്ട് വോട്ട് ചേർക്കാനുള്ള ഒരു ഫോമിനാണ് 6A എന്ന് പറയുന്നത്. ഫോം 6B എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്. അത് നമ്മുടെ വോട്ടർ ID-യുമായി നമ്മുടെ ആധാർ ലിങ്ക് ചെയ്യാനുള്ള ഒരു ഫോമാണ്. ഇതൊക്കെ 6 ആണ്. 6, 6A, 6B. അത് കഴിഞ്ഞാൽ 7 എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോം പൂരിപ്പിക്കുന്നത് ഒരാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ മാറ്റുന്നതിനോ, നമ്മുടെ വോട്ടർ പട്ടികയിൽ തന്നെ ഒരു വ്യക്തി 2 സ്ഥലത്തോ അതിൽ കൂടുതലോ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ ബൂത്ത് പരിധിയിൽ നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ഒരാള് അദ്ദേഹത്തെ കാണാനേ ഇല്ല, നമ്മുടെ ബൂത്ത് പരിധിയിൽ അദ്ദേഹം സ്ഥിരതാമസമില്ല, അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹം ആബ്സെന്റ് ആണ്. അതിന് ഞങ്ങൾ ADS എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിക്കുക. ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത്. A എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്, S എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ്, അദ്ദേഹം നമ്മുടെ ബൂത്ത് പരിധിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. അടുത്ത് ഡെത്ത്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഉടനെ ആ വിവരം നമ്മൾ അറിഞ്ഞാൽ ആ BLO അവിടെ പോയി അവരോട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഒന്നുകിൽ അവരെ കൊണ്ട് അപേക്ഷ കൊടുപ്പിക്കും, അതല്ലെങ്കിൽ BLOക്ക് തന്നെ അയാൾ മരിച്ചതായി രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഞങ്ങളുടെ ആപ്പിലുണ്ട്. ഈ രീതിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ഡിലീഷൻ ചെയ്യും. ഇത് ഫോം 7 ആണ്. അടുത്തതായിട്ട് നിങ്ങൾ അറിയേണ്ടത് ഫോം 8 ആണ്. ആകെ ഒന്ന് ഫോം 6, ഒന്ന് 7, ഒന്ന് 8. ഈ 8 എന്ന് പറയുന്ന ഫോം നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമുക്ക് എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് ചേർക്കാം, അതുപോലെ അഡ്രസ്സിൽ മാറ്റമുണ്ടെങ്കിൽ അത് ചെയ്യാം. നമുക്ക് നമ്മുടെ ബൂത്തിൽ നിന്ന് കേരളത്തിലെ മറ്റേതൊരു ബൂത്തിലേക്ക് മാറിപ്പോകാം, മറ്റേതൊരു ബൂത്തിൽ നിന്നും നമ്മുടെ ബൂത്തിലേക്ക് ഒരാൾക്ക് വരാം. ഇങ്ങനെയൊക്കെ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയും എഡിറ്റിന് വേണ്ടിയും കറക്ഷന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ഫോം 8. ഇത് 3 മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതിനേക്കാൾ കൂടുതൽ ആ ഫോമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ഇതൊക്കെ ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇല്ല. ഒരു ഫോമും നമ്മൾ കൈകൊണ്ട് വാങ്ങുന്നില്ല, ഒരു ഫോമും നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാ വർഷവും ഇലക്ഷൻ നമ്മുടെ പട്ടികയിൽ ആളുകൾ കയറി വരും. നമ്മുടെ പട്ടികയിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് പോകും, മരണപ്പെട്ടവരെ നീക്കം ചെയ്യും. എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ പട്ടിക ഇങ്ങനെ ഷഫിൾ ആയിക്കൊണ്ടേയിരിക്കും. ഒരു ഗൃഹനാഥൻ 1-ാം നമ്പറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ് ചിലപ്പോൾ 20-ാം സ്ഥാനത്തും, അദ്ദേഹത്തിന്റെ മക്കൾ, ഒരു മകൻ 50-ാമത്തെ സ്ഥാനത്തും, ഒരു മകൻ 100-ാമത്തെ സ്ഥാനത്തും, ഒരു പേരക്കുട്ടി 1000
എന്നുള്ള സീരിയൽ നമ്പറും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിലവിലെ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മൾ ഒരു വീട്ടിലെ അംഗങ്ങളെ അന്വേഷിക്കാൻ ഇറങ്ങിയാൽ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ട് വേണം ഒരു ഫാമിലിയെ നമ്മൾ അടുപ്പിച്ചു വെക്കാൻ. അതുപോലെ അനർഹരായ വോട്ടർമാർ നമ്മുടെ പട്ടികയിലുണ്ടാവും. മറ്റ് ബൂത്തിൽ വോട്ടുള്ള, മറ്റ് നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ള ആളുകൾ നമ്മുടെ പട്ടികയിലുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്ന സമയത്ത് ഈ വോട്ടർ പട്ടികയെ ഒന്ന് കൃത്യപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ബലപ്പെടുത്തുന്നതിനും നമ്മുടെ നാട്ടിൽ നടക്കുന്ന വോട്ടിംഗ് പ്രക്രിയയെ വിശ്വസനീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും നമുക്ക് തന്നെ ആവശ്യമാണ്. കാരണം ഒരാൾ ഇവിടെ വോട്ട് ചെയ്യുന്നു, പിന്നെ അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസത്തിലെ മറ്റൊരു തീയതി മറ്റൊരു നിയോജകമണ്ഡലത്തിൽ വോട്ടുണ്ടാകുമ്പോൾ അവിടെയും പോയി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമ്മറി റിവിഷൻസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് ഈ SIR എന്നതിൻ്റെ ഡീറ്റെയിൽഡ്. സ്പെഷ്യൽ സമ്മറി റിവിഷൻ ഒരു പ്രത്യേക റിവിഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ചെയ്തത് കഴിഞ്ഞ മാസം അവസാനത്തോടു കൂടി ഈ വോട്ട് ചേർക്കാനുള്ള നമ്മുടെ സൈറ്റിനെ ഫ്രീസ് ചെയ്തു. അതായത് ഇനി ഒരാൾക്കും വോട്ട് ചേർക്കാനും പാടില്ല, ഒരാളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിപ്പോകാനും പാടില്ല. ആ രീതിയിൽ അതിനെ ഫ്രീസ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും അവരുടെ പേരിൽ ആ വോട്ടർ പട്ടികയിലെ ഡാറ്റകൾ പ്രിന്റ് ചെയ്തുകൊണ്ട്, അതായത് അവരുടെ ഫോട്ടോ അടക്കം അവരുടെ ഡാറ്റകൾ പ്രിന്റ് ചെയ്തുകൊണ്ടുള്ള ഫോമുകൾ സപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഫോമിൽ നമ്മുടെ നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉണ്ടാവും. നാട്ടിലുള്ളവരും ഉണ്ടാവും, പുറത്തുള്ളവരും ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞ നേരത്തെ പോലെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടാത്ത ആളുകളും ഉണ്ടാവും, മരണപ്പെട്ടവരും ഉണ്ടാവും, ഡബിൾ എൻട്രിയും ഉണ്ടാവും. ഈ നിലവിലെ വോട്ടർ പട്ടിക ഫ്രീസ് ചെയ്തതിന് ശേഷം ഈ ഫോമുകൾ നമുക്ക് പ്രിന്റ് ചെയ്ത് തരികയും നിങ്ങൾ വീടുകളിൽ പോയിട്ട് ഈ ഫോമുകൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ആളുകളുടെ ഡാറ്റകൾ ഒപ്പിച്ചു നോക്കിയിട്ട് ഇത് കൃത്യപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഇത് കഴിയുന്നതോടുകൂടി ചില ബൂത്തുകളിൽ 1300, 1250, 1400 എന്നൊക്കെ തുടങ്ങുന്ന രീതിയിൽ എക്സീഡ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഉണ്ടാവും. ഈ സമ്മറി റിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞത് 1000 പേരുള്ള ബൂത്തുകളാക്കിയിട്ട് ചുരുക്കുമെന്നാണ്. ഇപ്പൊ കേൾക്കുന്ന 1200 ആളുകളുള്ള ബൂത്തുകളാക്കി ഈ ബൂത്തുകളെ ക്രമീകരിക്കും. എല്ലാ ബൂത്തിലേക്കും BLOമാരും എല്ലാ ബൂത്തുകളിലേക്കും BLAമാർ, ബൂത്ത് ലെവൽ അസിസ്റ്റന്റുകൾ, ഏജന്റുമാർ, ഓരോ പാർട്ടിക്കാർക്കും ഓരോ ബൂത്തിൽ അതേ ബൂത്തിലെ ഒരു വോട്ടറായ ആളെ ഈ വ്യക്തി ഞങ്ങളുടെ പാർട്ടിയുടെ ഏജന്റാണ് എന്ന നിലയിൽ പേര് നിർദ്ദേശിച്ചു കൊടുക്കാനും ബൂത്ത് ഓഫീസറും ബൂത്ത് ലെവൽ ഏജന്റും ചേർന്നുകൊണ്ട് ആ ബൂത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, ആളുകൾ കൂടുന്നു, കുറയുന്നു, അനർഹർ കടന്നുകൂടുന്നു, പുറത്തു പോകുന്നു, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും പരസ്പരം അറിഞ്ഞുകൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയെ ഭംഗിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ SIR എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്, ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ളത് 2002 ഈ 2002 നടന്ന SIRന്റെ ഡാറ്റാബേസ്, ഉദാഹരണം ഇപ്പോൾ നമ്മൾ 2025 ഈ SIR നടത്തുന്നത്. ഇനി ഒരിക്കൽ നമ്മുടെ ഡാറ്റാബേസ് ഇതായിരിക്കും, ഈ 2025 ആയിരിക്കും. അപ്പൊ 2002 പിന്നെ നടന്നിട്ടുള്ള SIRന്റെ ഡാറ്റാബേസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഉള്ളത്. അതിനുശേഷം എല്ലാ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഈ പ്രക്രിയയിലൂടെ ആളുകൾ ചേർന്നതും മാറിയതും പോയതും 2 സ്ഥലത്തും 3 സ്ഥലത്തും ഒക്കെ വോട്ട് ചേർത്തതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഇനി ഈ SIR നടക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ടറായി മാറുന്ന രീതിയിൽ രേഖപ്പെടുത്തുകയും മറ്റ് സ്ഥലങ്ങളിലുള്ള വോട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുകയും അനർഹരെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് ഡാറ്റകളെ സിങ്ക്രണൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ ഡാറ്റകളെയൊക്കെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് എല്ലാ വിവരങ്ങളെയും പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നിർണയിക്കുകയും ആ വ്യക്തി ഏത് ബൂത്തിലാണ് എന്ന് കൃത്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഫോംസ് ആണ് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിരന്തരമായിട്ടുള്ള വീഡിയോസ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ നമ്മളെ വോട്ടർ അല്ലാതായി മാറിയിരിക്കുന്നു, നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യാൻ പെടാൻ പോകുന്നു, നിങ്ങളുടെ വോട്ട് BLOമാർ വന്നിട്ട് തള്ളിക്കളയാൻ പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്, നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ഇന്ത്യയിലെ ഒരു പൗരനെയും വോട്ടർ അല്ല എന്ന് ആക്കി തീർക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും ഇൻക്ലൂസീവ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. എല്ലാ BLOമാർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരാളെ എങ്ങനെ നമുക്ക് വോട്ടറായി ചേർക്കാം എന്നതാണ്. അതോടൊപ്പം അനർഹരായിട്ടുള്ള ഒരാളെയും നമ്മൾ ഈ വോട്ടർ പട്ടികയിലേക്ക് കടന്നുകൂടാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൂടി ഈ SIRലുണ്ട്. ഒരാൾക്ക് തന്നെ 2 സ്ഥലത്ത് വോട്ട് ചേർക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് പ്രൗഡ് ടു ബി എ വോട്ടർ റെഡി ടു വോട്ട്. ഞങ്ങളൊക്കെ ഇന്ത്യൻ പൗരനാണ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ഇന്ത്യയുടെ വോട്ടർ കാർഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഒരു വോട്ട് ചെയ്യാൻ സന്നദ്ധനുമാണ്, അർഹനുമാണ് എന്നുള്ള അഭിമാന ബോധത്തോടു കൂടി ഇന്ത്യയുടെ വോട്ടർ ID കൈവശം വെക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക എന്നതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, വിദേശത്ത് പോകുന്നവർക്ക് പാസ്പോർട്ട്, അവർക്ക് എവിടെ പോയാലും അവർക്ക് പാസ്പോർട്ട് കാണിക്കാം. എന്നാൽ വിദേശത്ത് പോകാൻ സാധിക്കാത്ത ഒരു ഇന്ത്യൻ പൗരൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഏത് ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട കാസ്റ്റ് ക്രീഡ് എന്തുമാവട്ടെ, അയാൾക്ക് ഇന്ത്യയിൽ എവിടെ പോകുന്നതിനും എവിടെയും കാണിക്കാൻ പറ്റുന്ന ഒരു രേഖയാണ് എപ്പിക് കാർഡ് എന്ന് പറയുന്നത്. എപ്പിക് കാർഡ് എന്ന് പറഞ്ഞാൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ്. ഫോട്ടോ പതിച്ച സമ്മതിദായകന്റെ ഒരു കാർഡിനാണ് നമ്മൾ എപ്പിക് കാർഡ്, വോട്ടർ കാർഡ്, ID കാർഡ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ID കാർഡ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആമുഖം എനിക്ക് പറയാനുള്ളത്. ഒരുപാട് കാര്യം ചിലപ്പോൾ ഈ ഒരു ചെറിയ സമയത്തിനിടയിൽ പല സംശയങ്ങളും ഉണ്ടാവും. എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്, SIR എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? നമുക്കറിയാം, ceo.kerala.gov.in എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇലക്ടർ റോൾ സെർച്ച് 2002 എന്നടിച്ചാൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ 2002 വോട്ടർ പട്ടിക എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ 2002 ഉണ്ടായിരുന്ന പട്ടിക നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ജില്ല സെലക്ട് ചെയ്യുന്നു, ആ ജില്ലയിലെ മണ്ഡലങ്ങൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ നാട്ടിൽ അന്നുണ്ടായിരുന്ന, അതായത് പഴയ ആളുകളോട് ചോദിച്ചാൽ പറയും ഞാൻ ഇന്ന സ്കൂളിലാണ് വോട്ട് ചെയ്തത് എന്ന് പറയും. ആ രീതിയിൽ ആ വോട്ട് ചെയ്ത സ്കൂളിന്റെ പട്ടിക ഡൗൺലോഡ് ചെയ്ത് നമ്മളിങ്ങനെ റീഡ്, അതിൽ ഫോട്ടോസ് ഉണ്ടാവില്ല, ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ ബ്ലഡ് റിലേഷൻസ്, മെയിൻ നമ്മുടെ പിതാവ് മാതാവ്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്ലഡ് റിലേഷൻ. പിന്നീട് മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാവും പിതാവുമാണ്. അപ്പൊ സ്വന്തം നിലയിൽ എൻ്റെ വോട്ട് 2002 ഉണ്ടെങ്കിൽ എനിക്ക് ആരുടെയും കെയർ ഓഫ് ആവശ്യമില്ല. 2002 പട്ടികയിൽ എൻ്റെ വിവരം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതേപടി നമ്മുടെ ഫോമിന്റെ താഴെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഫോമിന് 3 ഭാഗമാണുള്ളത്. ഒന്ന് ടോപ്പ്, അതൊക്കെ പിന്നീട് കാണിക്കും, അത് മെയിൻ ഭാഗമാണ്, അതെല്ലാവരും പൂരിപ്പിക്കണം. താഴെ വിവരം എഴുതാനില്ലാത്തവരും ഉള്ളവരും ഒക്കെ മുകളിലെ ഭാഗം പൂരിപ്പിക്കണം. പിന്നീട് 2002 പട്ടികയിൽ പേരുള്ളവര് ഇടത് ഭാഗം പൂരിപ്പിക്കണം. 2002 പട്ടികയിൽ എന്ത് വിവരമാണോ ഉള്ളത് അത് തന്നെ പൂരിപ്പിക്കണം. മൂന്നാമത്, 2002 പട്ടികയിൽ ഇല്ലാത്ത 40 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകൾ, അവര് തൻ്റെ പിതാവിൻ്റെയാണ് ആദ്യമായിട്ട് എഴുതേണ്ട വിവരം. പിതാവിന്റെ ഡാറ്റ ഇല്ലെങ്കിൽ മാതാവിൻ്റെതാണ് എഴുതേണ്ടത്. മാതാവിൻ്റെതില്ലെങ്കിൽ പിതാവിൻ്റെതാണ് എഴുതേണ്ടത്. പിതാവിൻ്റെതില്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെതാണ് എഴുതേണ്ടത്. അതായത് ഉപ്പയുടെയും ഉപ്പുപ്പയുടെയും ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഞങ്ങളുടെ ഭാഷയിൽ പ്രൊജനി എന്നാണ് പറയുക. അത് ഒരു സന്താന പരമ്പരയുടെ ശൃംഖലയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഭാര്യക്ക് കെയർ ഓഫ് ഭർത്താവിൻ്റെത് എഴുതാൻ കഴിയില്ല. ഭാര്യക്ക് എഴുതേണ്ടത്, ഒരു വീട്ടിലെ ഗൃഹനാഥ എഴുതേണ്ടത് ഒന്നുകിൽ അവരുടേതായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ പിതാവിൻ്റെതോ അവരുടെ മാതാവിൻ്റെതോ അവരുടെ പിതാവിൻ്റെതോ ആ രീതിയിലാണ് എഴുതേണ്ടത്. ആ ഡാറ്റ എഴുതേണ്ടത് വലതു ഭാഗത്താണ്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഫോം ഇഷ്യൂ ചെയ്യും. അവരുടെ എല്ലാവരുടെയും വിവരങ്ങൾ വീട്ടിലെ ഒരാളാണ്, 10 മെമ്പർമാരുള്ള വീട്ടിൽ ഒരാളെ വീട്ടിലുള്ളതെങ്കിലും ആ ഒരാൾക്ക് ബാക്കി 9 ആളുകളുടെ വിവരങ്ങളും എഴുതി കൊടുക്കാനും ഒപ്പിടാനുമുള്ള
അവകാശവും അർഹതയും ഉണ്ട്. വീട്ടിൽ ആളില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരുടെ ഫോം നിങ്ങൾക്ക് BLO തരാതിരിക്കില്ല. കാരണം BLOമാർക്ക് 1500 ഫോം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 1500 ഫോമിനെ കുറിച്ചും BLO ചോദ്യം ചെയ്യപ്പെടും. ഈ ഫോം നിങ്ങൾ എന്ത് ചെയ്തു, ആ ഫോമിന്റെ റിട്ടേൺ എന്താണ് എന്ന്, ഫോം ഇഷ്യൂ ചെയ്തതിനെ പറ്റിയും ഫോം തിരിച്ചു വാങ്ങിയതിനെ പറ്റിയും ഡാറ്റ കിട്ടിയതിനെ പറ്റിയും ഡാറ്റ കിട്ടാത്തതിനെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് പറയാനുള്ളത്. മറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആമുഖം എന്ന നിലയിൽ ഞാൻ ഇത്രയാണ് പറയുന്നത്. മറ്റു കാര്യങ്ങൾ നമുക്ക് സന്ദർഭാനുസരം പറയാം. ഓക്കെ, ഇത് കണ്ടക്ട് ചെയ്യുന്നവര് അതിനനുസരിച്ച് അത് കൈകാര്യം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇസ്മായിൽ സാഹിബ് ഇത് കാണുന്നുണ്ടല്ലോ? ഇസ്മായിൽ സാഹിബ്, ഇസ്മായിൽ റാസി. ഓക്കെ, സ്ക്രീനിൽ മിനാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഓക്കെ. ഇതാണ് മറ്റേ നിങ്ങൾ നേരത്തെ പരാമർശിച്ച ഫോം. ഓക്കെ, ഇതിലൊന്നാ വിശദീകരിക്കാണ്ട് നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോം ഇതാണ്. ഈ ഫോമാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫോം. ഇതാ, ഞാൻ അതിന്റെ ഒറിജിനൽ ഫോം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഫോം. ഈ ഫോമിന് 3 ഭാഗങ്ങളാണുള്ളത്. ഈ ഫോം ഓൾറെഡി നമ്മുടെ പേരിൽ അച്ചടിച്ചിട്ടാണ് വരിക. ഓൾറെഡി നമ്മുടെ വോട്ടറുടെ കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ഈ ഫോം ഒരു ഡെമോ ആണ്. യഥാർത്ഥ ഫോം വേറെയാണ്. ഇതേപോലെ മുകളിൽ ഒരു നീളമുള്ള ഭാഗം, അവിടെ ഓൾറെഡി നമ്മുടെ വോട്ടർ ID നമ്പറും നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഫോട്ടോയും ഒക്കെ പ്രിന്റ് ചെയ്തിട്ടാണ് വരിക. തൊട്ട് താഴെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ എഴുതാനുള്ളത് ആദ്യമായിട്ട് ജനന തീയതിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഏറ്റവും നല്ല ഒരു വ്യക്തതയുള്ള പ്രൂഫ് വെച്ച്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ബേസ് എടുക്കണം. ഒന്നുകിൽ SSLC ബുക്ക്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അതല്ലെങ്കിൽ ആധാർ കാർഡ്, ഏതെങ്കിലും ഒരു രേഖ നമ്മൾ അടിസ്ഥാനമായി സ്വീകരിച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. നെക്സ്റ്റ് ആധാർ നമ്പർ. ആർക്കെങ്കിലും സൗണ്ടിന്റെ പ്രശ്നമുണ്ടോ? നെക്സ്റ്റ് നമ്മൾ ആധാർ നമ്പർ എഴുതുക. അതിന്റെ തൊട്ട് താഴെ മൊബൈൽ നമ്പർ ചേർക്കുക. പിന്നീട് നമ്മുടെ പിതാവിന്റെ പേര് എഴുതുക. നമ്മുടെ പിതാവിന്റെ പേര് നമ്മുടെ രേഖയിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ളത് എഴുതുക. അതിനുശേഷം പിതാവിന് ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ എഴുതുക. ഇല്ലെങ്കിൽ ഒന്നുമില്ല, പ്രശ്നം, അവിടെ ബ്ലാങ്ക് വിട്ടാൽ മതി. പിന്നെ നമ്മുടെ മാതാവിന്റെ പേര് എഴുതുക. മാതാവിന് ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പർ എഴുതുക. ശേഷം നമ്മുടെ പങ്കാളിയുടെ പേര് എഴുതുക. നമ്മുടെ വൈഫിന്റെ, സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ എഴുതുക. അവരുടെ ഐഡന്റിറ്റി കാർഡ് നമ്പർ എഴുതുക. അവരുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോമിന്റെ ഏറ്റവും ലെഫ്റ്റ് കോർണർ ടോപ്പിൽ ഉണ്ടാവും. നമുക്ക് തന്നിട്ടുള്ള ഫോമിന്റെ ഏറ്റവും ടോപ്പില് നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നമ്പർ. ഈ നമ്പർ എഴുതുക. ഇതാണ് നമ്മൾ കൃത്യമായും എഴുതി കൊടുക്കേണ്ട ഒരു വിവരം. ഏതൊരു അപേക്ഷകന്റെയും ഫോമിൽ അയാൾക്ക് പേര് എഴുതാൻ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ മെയിൻ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ, ഈ ഫോമിന്റെ ഇടതുഭാഗത്ത് ഞാൻ 2002 വോട്ടർ ആണെങ്കിൽ എന്നെ കുറിച്ചുള്ള വിവരം എഴുതുന്ന സ്ഥലത്ത് മാത്രമേ എൻ്റെ പേര് എനിക്ക് എഴുതാൻ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കണം. വേറൊരു സ്ഥലത്ത് നമ്മളെ പേര് എഴുതേണ്ട ആവശ്യമില്ല. അതും ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ പേര് നിലവിൽ ഇസ്മായിൽ KK എന്നാണ്. പക്ഷെ എൻ്റെ 2002 ഫോമില് അന്നത്തെ ഡാറ്റ വെറും ഇസ്മായിൽ ആണെങ്കിൽ അത് തന്നെ എഴുതി വെക്കണം. ഇപ്പൊ ഞാൻ എൻ്റെ ഇനീഷ്യൽ ചേർത്തിട്ടുണ്ട്, അതിപ്പോൾ എഴുതണം. താഴെ എഴുതുമ്പോൾ 2002 എന്ത് വിവരമാണോ ഉണ്ടായിരുന്നത് ആ പട്ടിക പരിശോധിച്ചിട്ട് അതേ വിവരം എഴുതണം. അതിലെൻ്റെ ബന്ധുവിൻ്റെ പേരെന്താണ് കൊടുത്തത് അത് എഴുതണം. അതിലെൻ്റെ എപ്പിക് കാർഡ് നമ്പർ എന്താണ് കൊടുത്തത്, ചിലപ്പോൾ നമ്പർ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വെറും ഒരു 6 അക്കമായിരിക്കും, അത് മാത്രം എഴുതി വെക്കണം. ഒരിക്കലും നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ അവിടെ കൊണ്ട് എഴുതരുത്. കാരണം ഇത് ഡാറ്റ സിങ്ക്രണൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുതിയ ഐഡന്റിറ്റി കാർഡ് 2002 കൊണ്ട് എഴുതി വെച്ചാൽ അത് മാച്ച് ആവില്ല.
നേരെ മറിച്ച് ചിലർക്ക് അവരുടെ കയ്യിലുള്ള FDT എന്ന് തുടങ്ങുന്ന ഐഡന്റിറ്റി കാർഡ് നമ്പർ 2002 ഉണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് അത് ധൈര്യത്തിൽ എഴുതാം. കാരണം അന്നത്തെ ഡാറ്റയിൽ അതേ നമ്പർ തന്നെയാണ് ഉള്ളത്. പിന്നീട് നമ്മൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമുണ്ട്. 2002 നിയോജക മണ്ഡലം, അതിന്റെ നമ്പർ. എൻ്റെത് ഇവിടെ മഞ്ചേശ്വരമാണ്, 001 ആണ്. കേരളത്തിലെ 1ാമത്തെ നിയോജക മണ്ഡലമാണ് മഞ്ചേശ്വരം. ഭാഗം നമ്പർ എന്ന് പറയുന്നത് പാർട്ടാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ബൂത്തിന് ഒരു നമ്പർ ഉണ്ടാവും, അതാണ് പാർട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ക്രമ നമ്പർ. ഈ 3 കോളം കൃത്യമായിട്ട് എഴുതാം. കാരണം ഇതാണ് മാച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇത്രാമത്തെ നിയോജക മണ്ഡലത്തിലെ ഇത്രാമത്തെ ബൂത്തിലെ ഇത്രാമത്തെ വ്യക്തി, ആ വ്യക്തിക്കാണ് ലിങ്കിങ് നടക്കുന്നത്. ഇനി ഇടതുവശം കഴിഞ്ഞാൽ വലതുവശമാണ്. വലതുവശത്ത് എന്താ എഴുതേണ്ടത്? സ്വന്തമായി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുടെ ലിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്താണ്? സ്വന്തം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഡീറ്റെയിൽസ് ആണ്. അതാണ് വലതുഭാഗത്ത് എഴുതേണ്ടത്. അവിടെയും ശ്രദ്ധിക്കേണ്ടത്, വലതുഭാഗത്ത് എഴുതേണ്ടത് ഇവിടെ എഴുതിയിട്ട് മുൻ കോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിട്ടുള്ള വോട്ടറുടെ ബന്ധുവിന്റെ വിവരങ്ങൾ ആണ്. ചിലർ അവിടെ കൊണ്ടുപോയിട്ട് ഇതേ നമ്മുടെ പേരെന്നെ എഴുതി വെക്കും. അത് എഴുതി വെക്കാൻ പാടില്ല. 2002 പട്ടികയിൽ എൻ്റെ റിലേഷൻ, ബ്ലഡ് റിലേഷൻ ആയിട്ടുള്ള പിതാവ്, മാതാവ്, പിതാവിന്റെ പിതാവ്, അല്ലെങ്കിൽ പിതാവിന്റെ സഹോദരൻ, പിതാവിന്റെ സഹോദരി എന്ന് വെച്ചാൽ എൻ്റെ പിതാവിന്റെ പിതാവും എൻ്റെ പിതാവിന്റെ പിതാവായി വരുന്ന അല്ലെങ്കിൽ മാതാവായി വരുന്ന ആ റിലേഷൻ, അതാണ് നമ്മൾ വലതുഭാഗത്ത് എഴുതേണ്ടത്. ഇതാണ് ഈ ഫോമിന്റെ 3 ഭാഗം എന്ന് പറയുന്നത്. അത് ഞാൻ മനസ്സിലാക്കി തന്നു എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. ഇസ്മായിൽ സാർ, നമ്മളിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, വെൽക്കം വെൽക്കം. ഒന്നാമത്തെ ചോദ്യം, 2025 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, എന്നാൽ 2002 ലിസ്റ്റിൽ പേരുണ്ട്. അതേസമയം എല്ലാവരും പൂരിപ്പിക്കേണ്ട എന്യൂമറേഷൻ ഫോം 2025 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഇസ്മായിൽ സാർ കാണുന്നുണ്ടോ ചോദ്യം? ഇസ്മായിൽ. സാഹിബ് മ്യൂട്ട് ചെയ്തിരിക്കുകയാന്ന് തോന്നുന്നു. 2025 വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിലാണോ? 2025 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, എന്നാൽ 2002 ലിസ്റ്റിൽ പേരുണ്ട്. അതേസമയം എല്ലാവരും പൂരിപ്പിക്കേണ്ട എന്യൂമറേഷൻ ഫോം 2025 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യും? അതെ, തീർച്ചയായും 2025 വോട്ടർ പട്ടിക, ആ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? ഈ ഫോം കൊടുക്കുള്ളൂ. കാരണം അവരുടെ ഡാറ്റ ഇതാണ് ഞാൻ കാണിക്കുന്നത്, കാണുന്നുണ്ടോ? ഇതാണ് പട്ടിക. എല്ലാ ബൂത്തിലും ഇതുപോലെ വോട്ടർമാരുടെ പട്ടിക ഉണ്ടാവും. കാണുന്നുണ്ടോ? ഇല്ല, ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യട്ടെ. നിങ്ങളൊന്ന് കാണിച്ചതിന്. എല്ലാ ബൂത്തിലും ഇതുപോലെ വോട്ടർ പട്ടിക ഉണ്ടാവും. കാണുന്നില്ല ഇസ്മായിൽ സാഹിബ്, നിങ്ങൾ ഈ പട്ടികയില് പേരുണ്ടെങ്കിൽ മാത്രമേ ഫോം ഇഷ്യൂ ചെയ്യുകയുള്ളൂ. നമുക്ക് 2002 വോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ലോകസഭയിൽ ഞാൻ വോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവില്ല? ഈ പേപ്പർ കിട്ടില്ല. ഇപ്പൊ നിലവിൽ നിങ്ങളെ കയ്യിലുള്ള ഇലക്ടർ ID എവിടെയെങ്കിലും കേരളത്തിൽ വാല്യൂഡ് ആയിരിക്കണം. അതറിയണമെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, വോട്ടർ ഹെൽപ്പ് ലൈൻ. ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഇന്ത്യയിൽ എവിടെയും ഒരു വോട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. വോട്ടർ ഹെൽപ്പ് ലൈൻ നമുക്കൊക്കെ അത് ഉപയോഗപ്പെടുത്താം. നമുക്കൊക്കെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഇങ്ങനെ ടെൻഷൻ പറയുന്നുണ്ടെങ്കിൽ, അത് ചിലർ പറയും എനിക്ക് എവിടെയാ വോട്ട് എന്ന് അറിയില്ല എന്ന് പറയും. നമ്മൾ ഉടനെ അത് വാങ്ങിയിട്ട് എപ്പിക് കാർഡ് നമ്പർ സെർച്ച് കൊടുത്താൽ, ആ നമ്പർ അടിച്ചു കൊടുത്താൽ ഇന്ത്യയിൽ എവിടെയും വോട്ട് ഉണ്ടെങ്കിൽ, ഏത് സംസ്ഥാനത്തിലുണ്ടെങ്കിലും
വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ സാധനം ലഭിക്കുകയുള്ളൂ, ഈ ഫോം. ചിലപ്പോൾ നമ്മുടെ ബൂത്തിലായിരിക്കില്ല, അപ്പുറത്തെ ബൂത്തിലായിരിക്കും. നമ്മൾ വിചാരിക്കും എൻ്റെ വോട്ട് ഇവിടെയാണ്, എന്നെയും അന്വേഷിച്ചുകൊണ്ട് BLO വരും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കും. പക്ഷെ നമ്മളെ വോട്ട് ചിലപ്പോൾ വേറെ മാടായി സ്കൂളിലോ അതല്ലെങ്കിൽ പിന്നെ താവത്തോ അതല്ലെങ്കിൽ മറ്റ് കരിവള്ളൂരോ ആയിരിക്കും. മനസ്സിലായോ? ഇതിലൊരു അനുബന്ധമായി ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വോട്ടേഴ്സ് ID ആ അത് ഏതിൻ്റെയാണ് നമുക്ക് എങ്ങനെ അറിയാം? ചിലപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് തന്നിട്ടുണ്ടാവാം. പഞ്ചായത്ത് ഇലക്ഷനായിട്ട് ഒരു ബന്ധമില്ല ഈ വോട്ടർ IDക്ക്. പഞ്ചായത്ത് ഇലക്ഷനുമായിട്ടോ പഞ്ചായത്തിന്റെ വോട്ടർ പട്ടികയുമായിട്ടോ വോട്ട് ചേർക്കലുമായിട്ടോ ഒന്നും ഈ പട്ടികക്ക് ലോകസഭ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധമില്ല. ഓക്കെ. അല്ല, പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ പഞ്ചായത്തിന്റെ മറ്റേ വോട്ടർ ID ഇഷ്യൂ ഇല്ല എന്നാ തോന്നുന്നില്ലേ? പഞ്ചായത്തിന്റെ ഇലക്ഷന് ഒരു ID കൊടുക്കാറുണ്ട്. അവർ ആ സമയത്ത് ഒരു സെക്രട്ടറി എന്ന് പറഞ്ഞ SCC എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു ID കൊടുക്കാറുണ്ട്. അത് അതിന് മാത്രം വാല്യൂഡ് ആണ്. പിന്നെ നമ്മുടെ പട്ടിക ലോകസഭ നിയമസഭ വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് ആ. പോകല്ലേ? ഓ ഇത് മനസ്സിലായി. അതിന്റെ ഇടയിൽ ഒരു നമ്മുടെ ഉപചോദ്യം. ഓ ഇപ്പൊ ഈ 2002 ഉള്ളവര് 2025 ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? ഉണ്ടാവും. ഞാൻ പറഞ്ഞു, ഓരോ വർഷവും വോട്ടർ പട്ടികയിൽ പല തിരുത്തലും റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് സ്ഥലം മാറിപ്പോയിന്നോ മരിച്ചുവെന്നോ അവരില്ലാന്നോ പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒഴിവാവാം. ഒഴിവാകും. മരണമല്ലാതെ മറ്റു രീതിയിലും ഒഴിവാവാം. നിങ്ങൾ ഇപ്പൊ ഉദാഹരണം, ഒരു വ്യക്തിക്ക് 2 വോട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്തു. പരിശോധിച്ച് നോക്കിയപ്പോ കൗണ്ടർ ചെക്ക് ചെയ്തപ്പോ അയാൾക്ക് വേറെ സ്ഥലത്ത് വോട്ടുണ്ട്. അപ്പൊ ഈ വോട്ട് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഡബിളിംഗ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതുതായി അപേക്ഷിക്കാൻ ഫോം 6 ഓൺലൈനിൽ ഫിൽ ചെയ്ത് BLOമാരെ തേടി നടക്കണമോ? ഒരു ഫോമും ഓഫ്ലൈനിൽ പൂരിപ്പിക്കുന്ന സിസ്റ്റം 2 കൊല്ലമായിട്ടില്ല. ഫോം 6 ഞാൻ പറഞ്ഞില്ലേ, പൂരിപ്പിക്കുന്നതൊക്കെ ഓൺലൈനാണ്. ഇപ്പോൾ ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കുന്നില്ല. ഇനി നിങ്ങൾ അപേക്ഷിച്ചു എന്ന് തന്നെ വെക്കുക. നമ്മൾ വോട്ടർ ഹെൽപ്പ് ലൈനിൽ കയറി അപേക്ഷിച്ചു എന്ന് വെക്കുക. ഒരിക്കലും BLOന്റെ ആപ്പിലേക്ക് ഇത് വരില്ല. കാരണം ഈ SIR പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ഒരാളെയും ഇതിലിടയിൽ ചേർക്കാൻ കഴിയില്ല. കാരണം സൈറ്റ് ഫ്രീസ് ചെയ്തു. ആഫ്റ്റർ December 9th, 2025 2025 December 9 ശേഷം അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു അതിന് October 27 എന്ന് പറഞ്ഞ ഒരു ഡേറ്റ് പറയുന്നുണ്ടല്ലോ. അതെന്താണ്? October 27 ഫ്രീസ് ചെയ്തു. October 27 മുമ്പ് ആരെങ്കിലും പുതുതായി അപ്ലൈ ചെയ്തവർക്ക് ഈ എന്യൂമറേഷൻ ഫോം കിട്ടോ? അവര് വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ October 27 മുമ്പ് ആരെങ്കിലും പുതുതായി 27-ാം തീയതി രാത്രിയാണ് ഇത് ബന്ദ് ചെയ്തത്. എന്യൂമറേഷൻ ഫോം കിട്ടും. അതിനു മുമ്പ് അപേക്ഷിച്ച ആളുകളുടെ ഒരു അപേക്ഷ കൊടുത്ത് 24 hours കഴിഞ്ഞാലേ നമ്മുടെ ആപ്പിലേക്ക് വരുള്ളൂ. അപ്പം അതിന്റെയും 2-3 ദിവസം മുമ്പ് 25-ാം തീയതിയോ 23-ാം തീയതിയോ അപേക്ഷിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരുടേത് ഓക്കെ അടിച്ച് വെരിഫൈ ചെയ്ത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അവർ വോട്ടറായിട്ട് വരും. അതറിയാൻ മാർഗമുണ്ട്. അപേക്ഷിച്ച ഒരു നമ്പർ ഉണ്ടല്ലോ, അത് ട്രാക്ക് ചെയ്താൽ നിങ്ങളുടെ അപേക്ഷ എന്തായി എന്നുള്ളത് അവർക്ക് അറിയും. അതുപോലെ ഈ പറഞ്ഞ ആപ്പിൽ നോക്കിയാലും മനസ്സിലാവൂലേ അല്ലേ? ട്രാക്ക് ചെയ്യാം. അതിലും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ S1100 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വലിയ നമ്പർ ഉണ്ടാവും. നമ്മൾ ആധാറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നമ്പർ വരുന്നില്ലേ, അതുപോലെ അത് നോക്കിയാലും നമ്മുടെ അപേക്ഷ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രവാസികളുടെ അടഞ്ഞു കിടക്കുന്ന വീട് BLO സ്ഥലത്തില്ലാത്ത പ്രവാസികളെ നീക്കം ചെയ്യുമോ? അവർ ഗൾഫിൽ നിന്നും ഓൺലൈൻ ഫോം 6A സബ്മിറ്റ് ചെയ്താൽ അത് എങ്ങനെ വാലിഡേറ്റ് ചെയ്യും? പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുമോ? ഒരു വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആള് പിന്നെ വലിയ വീടുകൾ ഉണ്ടാവും, കുറച്ച് മെമ്പർമാരുണ്ടാവും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. നമ്മുടെ വോട്ടർ ആണെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ, അതായത് December 4 വരെയുള്ള ദിവസങ്ങളിൽ BLOമാര് നമ്മളെ വീട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു, നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ ഒരു കടലാസെങ്കിലും എഴുതി ആ ഡോറിൽ വെക്കുക, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നമ്പറിൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട്.
ഒരിക്കലും ഒരു BLO ആളില്ല എന്നും പറഞ്ഞ് ആ ഫോം മടക്കി വെക്കൂല. കാരണം ആ BLOക്ക് എന്തെങ്കിലും ഇതിനൊരു മറുപടി കൊടുക്കണം. അതുകൊണ്ട് ഒന്നുകിൽ അയൽക്കാരോട് ഏൽപ്പിക്കുക, ഇവിടെ ആള് വന്നാൽ നിങ്ങളെ ഫോം വാങ്ങുമ്പോൾ ഞങ്ങളുടെ ഫോമും വാങ്ങണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് അവിടെ എഴുതി ഒട്ടിക്കുക. അപ്പൊ ആ BLO നിങ്ങളെ വിളിക്കും, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ ഫോം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഏതായിരുന്നാലും ഈ ഒരു നെക്സ്റ്റ് 10 ഡേയ്സിന്റെ ഉള്ളിൽ എല്ലാ വീട്ടിലും ഫോം എത്തും, ഉറപ്പാണ്. കാരണം ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് എനിക്ക് എൻ്റെ മുഴുവൻ ഫോമും കിട്ടിയത്. ഒരു ബണ്ടിലാണ് കിട്ടിയത്. 1265 വോട്ടേഴ്സ് ഉണ്ട് എൻ്റെ ബൂത്തിൽ. അപ്പൊ അതിന്റെ ഇരട്ടി ഫോം ഉണ്ടാവും. ഇപ്പൊ ഈ ഫോമൊക്കെ സോർട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ട്രീ ആക്കി മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകും വീടുകളിൽ. അപ്പൊ നമ്മളെ ഫോം നമുക്ക് പൂരിപ്പിക്കാം. ഒരിക്കലും തന്നെ നമ്മളെ നാട്ടിലെ വോട്ടറായിട്ടുള്ള ആള് ഇപ്പോൾ ഗൾഫിലാണ്. നമുക്കറിയാം കേരളത്തിലെ ഏകദേശം ഒരു 10% ആളുകൾ എല്ലാ ബൂത്തിലും വിദേശത്തായിരിക്കും. ഒരിക്കലും വിദേശത്തുള്ള ആളുകൾ ഓൺലൈനിൽ കയറിയിട്ട് ഞാൻ പ്രവാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോം 6 പൂരിപ്പിക്കരുത്. ഫോം 6 അതിനുള്ളതല്ല. നാട്ടിലുള്ള ഒരു വ്യക്തി നാട്ടിലുള്ള സമയത്ത് സാധാരണ ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് പ്രവാസിയായിട്ട് വോട്ട് ചേർക്കണം എന്ന് പറഞ്ഞ് വോട്ട് ചേർക്കാനുള്ള ഒരു അപേക്ഷാ ഫോമാണ് ഫോം 6A. വോട്ട് ചേർക്കാനുള്ള ഫോമാണ് ഫോം 6A. അല്ലാണ്ട് SIR നടക്കുമ്പോൾ, നാട്ടിലെ SIR നടക്കുമ്പോൾ ഞാൻ ഗൾഫിലാണെന്ന് പറയാനുള്ള ഫോം അല്ല. ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, എല്ലാവരും പോയി ഫോം 6A പൂരിപ്പിച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ നിങ്ങളെ ഒക്കെ വോട്ട് നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ഫോം BLO സ്വീകരിക്കില്ല. അങ്ങനെ ഒരു ഫോം നിങ്ങൾ അപേക്ഷ കൊടുത്താൽ നമ്മുടെ സൈറ്റിൽ അത് സ്വീകരിക്കില്ല. നിങ്ങളെ സൈറ്റിൽ അത് സ്വീകരിച്ചാൽ നടക്കുന്ന കാര്യം നാട്ടിൽ നിങ്ങൾക്ക് നിലവിലുള്ള വോട്ട് നഷ്ടപ്പെടുക എന്നതാണ്. അതാ സംഭവിക്കുക, വേറൊന്നും സംഭവിക്കില്ല. ഫോം 6 പൂരിപ്പിക്കുമ്പോൾ അവസാനമുള്ള ഡിക്ലറേഷൻ ജനന സ്ഥലം ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർ എന്ത് ചെയ്യണം? ഇതിപ്പോ ഓൺലൈനിൽ പൂരിപ്പിക്കുന്ന കാര്യം മറ്റേ ആയിരിക്കും ചോദിച്ചത്. കാരണം നമ്മുടെ നിലവില് ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ഫോം പൂരിപ്പിക്കും, നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ എന്നുള്ളത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബർത്ത് ഒക്കെ വിദേശത്തായിരിക്കും. അത് അയാളുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കും. അത് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് അതിന്റെ പ്രൊസീജിയർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ടിൽ ചേർക്കും. ഇന്ത്യൻ പൗരനാവുക എന്നത് ഒരു പ്രത്യേകമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ പൗരനാണെന്ന് കാണിച്ചുകൊണ്ട് ആണെങ്കിൽ, ജനിച്ചത് എവിടെയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ പൗരനാണെന്നുള്ള ഇന്ത്യൻ പാസ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രവാസിയായിട്ട് വോട്ട് ചേർക്കാൻ പറ്റും. അദ്ദേഹം ഫോം 6A ആണ് പൂരിപ്പിക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ, എല്ലാ വോട്ടർ പട്ടികയുടെയും അവസാനത്തിൽ, ഇപ്പൊ എന്റെ വോട്ടർ പട്ടികയിലെ അവസാനത്തിൽ പ്രവാസി എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ പ്രവാസി എന്ന നിലയിൽ അദ്ദേഹം വോട്ടറായിട്ട് നമ്മുടെ പട്ടികയിൽ ഉണ്ടാവും. ഈ ഫോം 6A എല്ലാ പ്രവാസികളും പൂരിപ്പിക്കേണ്ടതുണ്ടോ? അത് നിങ്ങൾ നേരത്തെ ക്ലാരിഫൈ ചെയ്ത്. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഓൾറെഡി നമ്മുടെ വോട്ടർ പട്ടികയിലുള്ള ആരും ഒന്നും ചെയ്യണ്ട. ഇനി മുതൽ വോട്ട് ചേർക്കുമ്പോൾ അദ്ദേഹം പ്രവാസിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ ലൈവ് വിസ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് വെച്ചിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അദ്ദേഹത്തിന് വോട്ടർ ID കൊടുക്കില്ല. നമുക്കൊക്കെ ഒരു വോട്ടർ ID കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് കൊടുക്കില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ഡാറ്റയും മറ്റു വോട്ടർമാരെ പോലെ ഇവിടെ പട്ടികയിൽ ഉണ്ടാവും. അദ്ദേഹത്തിന് നാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്റെ പട്ടികയിൽ 2 പ്രവാസികളാണ് ഇവിടെ ഉള്ളത്. മറ്റെല്ലാവരെയും പോലെ തന്നെ അവരുടെയും പേര് ഇവിടെ ഉണ്ട്. ഈ 2 പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നത് പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ്, വോട്ടർ ID കാർഡ് അല്ല. പാസ്പോർട്ട് കാണിച്ചിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നേരത്തെ നിങ്ങൾ പറഞ്ഞാണ് ഫോം 6A എല്ലാ പ്രവാസികളും പൂരിപ്പിക്കേണ്ടതുണ്ടോ, നിങ്ങൾ മറുപടി പറഞ്ഞാണ്. റിപ്പീറ്റഡ് ആയത് വേണ്ട, ഒഴിവാക്കും. ഫോം 6A ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാമോ? നേരത്തെ നിങ്ങൾ ജോലി എന്ന് മാത്രമാണ് പറഞ്ഞത്. ജോലിയല്ല, അദ്ദേഹം പ്രവാസിയാണ്, പഠിക്കുകയാണെങ്കിലും ജോലിയാണെങ്കിലും അദ്ദേഹം നാട്ടിൽ ഇല്ല എന്നാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? 6A ഇപ്പൊ ഉള്ളതിനൊന്നും ചെയ്യണ്ട. പുതിയതായിട്ട് ഇനി ചേർക്കുമ്പോൾ അങ്ങനെ ചേർത്താൽ പ്രവാസി എന്ന് പറയുന്ന അധ്യായത്തിന്റെ കീഴിലാണ് അവർ വരിക. പഠിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, ജോലിയാണെങ്കിലും പ്രശ്നമില്ല. അദ്ദേഹത്തിന് ലൈവ് വിസ പാസ്പോർട്ടിൽ ഉണ്ടാവണം.
അടുത്ത ഒരു ചോദ്യം ഈ ഒരു കറക്ഷനായിട്ട് ബന്ധപ്പെട്ടാണ്. എന്യൂമറേഷൻ ഫോം ഓൺലൈനിൽ ചെയ്തപ്പോൾ 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മുഹമ്മദ് ഫാസി എന്ന് തെറ്റിച്ചു കൊടുത്തിരിക്കുന്നു. 2025 ലിസ്റ്റിൽ ആധാർ പ്രകാരമുള്ള കറക്റ്റ് പേരാണ് ഹുസൈൻ മുഹമ്മദ് ഫൗസി. ഇത് കാരണം റിജക്ഷൻ വരുമോ? എൻട്രി ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. പേരിലുള്ള തെറ്റുകൾ തിരുത്താൻ പറ്റുമോ? മാതാപിതാക്കളല്ലാത്തവരുടെ പേര് ബന്ധം എഴുതാൻ പറ്റുമോ? ഒരു തിരുത്തലും ചെയ്യാൻ പാടില്ല. 2002 എന്താണോ അവിടെ ഉള്ളത് അത് തന്നെ എഴുതണം. കാരണം ഇതിന്റെ ലിങ്കിങ് നടക്കുന്ന സമയത്ത് ഡാറ്റ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് മാച്ച് ആവില്ല. ഇപ്പൊ പിന്നെ എൻ്റെ തൊട്ട ഒരയൽപ്പക്കത്തുള്ള ഒരാളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് PK ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്നാണ്. PK ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാർഡിലും ഒക്കെ. പക്ഷേ 2002 അദ്ദേഹത്തിന് വെറും ഇബ്രാഹിം എന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡാറ്റ എഴുതുമ്പോൾ ആ 2002 ഡാറ്റ ഇബ്രാഹിം എന്ന് തന്നെ എഴുതണം. നമുക്ക് എല്ലാ എഡിറ്റും കറക്ഷനും ഒക്കെ ഇതിന്റെ ഫൈനൽ റോള് വരും 2026 ഫെബ്രുവരി 7 ഈ SIR കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് ലിസ്റ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് എഡിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് സ്വീകരിക്കില്ല. ആ തെറ്റ് അതിലെന്ത് തെറ്റായിട്ടാണ് കൊടുത്തത് അത് തന്നെ എഴുതാം. പിന്നെ മാതാപിതാക്കളല്ലാത്തവരുടെ പേര് ബന്ധം എഴുതാൻ പറ്റുമോ? ഞാൻ നേരത്തെ എന്റെ സംസാരത്തിൽ പറഞ്ഞിരുന്നു. പ്രൊജനി എന്ന് പറയുന്ന ഒരു സംഭവം ആണ് ഞങ്ങളെ ആപ്പിലുള്ളത്. അതായത് ഒരാളെ നമ്മൾ കണ്ടെത്തുന്നതിന് മാപ്പിംഗ് എന്ന് പറയും. ഫസ്റ്റ് മാപ്പിംഗ് ചെയ്യും, ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൊജനീസ് 40 വയസ്സിന് താഴെയുള്ള ആളുകളെ നമ്മൾ അയാളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. മകനാണ്, മകളാണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഡോട്ടറാണ്, ഗ്രാൻഡ് സൺ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് മക്കളെയും പേരക്കുട്ടികളെയും, ഞങ്ങളെ കാസർഗോഡ് പുള്ളി എന്നാണ് പറയാ, വള്ളിയും പുള്ളി എന്ന് പറയുന്ന പോലെ മക്കളെയും പുള്ളികളെയുമാണ് ഒരാൾക്ക് ചേർക്കാൻ പറ്റുക. പക്ഷെ ഇപ്പറഞ്ഞ പോലെ ഉപ്പാക്ക് വോട്ടില്ല, ചിലപ്പോൾ ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടാവും, അവര് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുണ്ടാവില്ല 2002. അങ്ങനെയുണ്ടല്ലോ, നമുക്ക് അങ്ങനെയാണല്ലോ. ചിലപ്പോൾ ഇതിനോടൊക്കെ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു മനോഭാവമായിരിക്കും. അവര് ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഐഡി ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഉപ്പയുടെ സഹോദരൻ, ഉപ്പയുടെ സഹോദരി, അങ്ങനെയുള്ള ലിങ്ക് നമ്മൾ എടുക്കണം പരമാവധി. അതും നടക്കുന്നില്ലെങ്കിൽ ഉമ്മയുടേത് എടുക്കണം. ഉമ്മയുടേത് എടുക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മാന്റെ ഡാറ്റയിൽ ഉപ്പാന്റെ പേര് ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ എടുക്കണം. അതും കിട്ടുന്നില്ലെങ്കിൽ അവസാന കൈക്ക് നമുക്ക് നമ്മുടെ ഒരു രേഖ തെളിയിക്കുന്നതിന് വേണ്ടി മറ്റു ബന്ധങ്ങൾ എടുക്കാം. രക്തബന്ധം തന്നെയാണ് എടുക്കേണ്ടത്. എടുത്താൽ ഈ വ്യക്തിക്ക് നോട്ടീസ് വരും. ERO നോട്ടീസ് അയക്കും. അപ്പൊ ആ നോട്ടീസിന് നമ്മൾ കൃത്യമായിട്ടും നേരത്തെ പറയപ്പെട്ട പോലെ അതിന്റെ ഞങ്ങൾ ഇതിന്റെ ഒന്നിച്ചൊരു കടലാസ് വോട്ടേഴ്സിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഏരിയയിൽ കിട്ടിയോന്നറിയില്ല. ഇതാ 13 രേഖകൾ പറയുന്ന ഒരു ഇതാ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫോം ഞങ്ങൾ വോട്ടേഴ്സിന് ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതില് 13 തരം രേഖകൾ പറയുന്നുണ്ട്. ഈ 13 തരം രേഖ നമ്മളെ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത്തരം രേഖകളിൽ എന്തൊക്കെ നിങ്ങളെ കയ്യിലുണ്ടോ അത് കൊണ്ടുപോയിട്ട് EROന്റെ മുമ്പിൽ നമ്മൾ പറയണം, എൻ്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവർ ഇന്നേ വരെ വോട്ടർ കാർഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ ഇന്ന ആളെയാണ് ഞങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്, അദ്ദേഹവും ഞാനുമായിട്ട് ഇങ്ങനെയാണ് ബന്ധം, ഞാൻ ഇത്ര വർഷമായി ഈ സ്ഥലത്ത് താമസിക്കുകയാണെന്നൊക്കെയുള്ള വിവരം നമ്മൾ ഹിയറിങ്ങിന് ജവാബ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അവർ എൻറോൾ ചെയ്യും. അത് അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. നമുക്കിത് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ എൻറോൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതുതായി വോട്ട് ചേർക്കാനുള്ളവർ ഫോം 6ന്റെ കൂടെ എന്യൂമറേഷൻ ഫോം സമർപ്പിക്കണമോ? അങ്ങനെയെങ്കിൽ ബ്ലാങ്ക് എന്യൂമറേഷൻ ഫോം എവിടെ നിന്ന് കിട്ടും? അത് എന്യൂമറേഷൻ ഫോം ആർക്കും എവിടെ നിന്നും കിട്ടില്ല. കാരണം ഇത് ഓൾറെഡി വ്യക്തമായ QR കോഡോട് കൂടി പ്രിന്റ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഇതൊരിക്കലും നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. ഫോം 6ഉം കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഇതൊന്നും ഇല്ല.
ഫോം 6 ഒന്നും ഇല്ല. അതൊക്കെ ഓൺലൈനിലാണ്. അത് ഇനി നിങ്ങൾ ഡിസംബർ 9 ശേഷം നോക്കിയാൽ മതി. ആധാറിലും ഇലക്ഷൻ ഐ ഡിയിലും പേര് വ്യത്യാസമുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? വീട്ടുപേര് തെറ്റാണെങ്കിൽ പ്രശ്നമുണ്ടോ? നമ്മുടെ ഫോമിന്റെ 1-ാമത്തെ പോർഷനിൽ നമ്മൾ എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും കൃത്യമായ വിവരങ്ങൾ എഴുതുക. ഐ ഡിയിലുള്ള വിവരം ഓൾറെഡി ഐ ഡിയിൽ പ്രിന്റഡ് ആണ്. ഇനി അത് നിങ്ങൾക്ക് ഇപ്പൊ തിരുത്താൻ പറ്റില്ല. ഈ പ്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ ശരി അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് ഇലക്ഷൻ ഐ ഡി ആണ് ശരിയെങ്കിൽ അത് പ്രകാരം ശരിയാക്കാം, ആധാറാണ് ശരിയെങ്കിൽ അത് പ്രകാരം ശരിയാക്കാം. ഇപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഇപ്പൊ നമുക്ക് നമ്മുടെ വിവരം എന്താണോ വേണ്ടത് അത് നമ്മൾ എഴുതി കൊടുക്കുക. നിങ്ങൾ അവിടെ എഴുതി കൊടുത്തു എന്നതുകൊണ്ടൊന്നും ഈ ഡാറ്റ എന്താവില്ല, എഡിറ്റ് ആയിട്ട് വരുമൊന്നുമില്ല. ഇതൊക്കെ ഒരു മാപ്പിങ്ങിനും ലിങ്കിങ്ങിനും സിങ്ക്രണൈസിങ്ങിനും വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ്. ഇതൊരു നീണ്ട ചോദ്യമാണ്. ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 3 ഭാഗങ്ങളിൽ 2002 ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ? അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്, അത് വേണ്ട. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായ പോലെ ഒന്ന് മറുപടി പറയും. 2002 ഉൾപ്പെട്ട ആളുകൾ പൂരിപ്പിക്കേണ്ടത് അതിന്റെ ഇടത് ഭാഗമാണ്. ഇടത് ഭാഗം 1-ാമത്തെ ഭാഗവും 2-ാമത്തെ ഭാഗവും. 2, ഉൾപ്പെടാത്ത 3 ആളുകൾ 1-ാമത്തെ ഭാഗവും 3-ാമത്തെ ഭാഗവും. ഓക്കെ. 2, 3 ഭാഗങ്ങളിൽ കാണുന്ന ബന്ധു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 2002 ഉൾപ്പെട്ട നമ്മുടെ രക്തബന്ധു. അതന്നെ. 2002 ഉൾപ്പെട്ടിട്ട ആളുകൾക്ക് ഇന്ന് കാണും പോലെ എപ്പിക് നമ്പറിന് പകരം ചില ആളുകൾക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡ് നമ്പറാണ് കാണുന്നത്. അപ്പോൾ എപ്പിക് ഐ ഡി കാർഡ് എന്ന് പറയുന്നതും വോട്ടർ കാർഡ് എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ഇലക്ടർ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി, എപ്പിക് ഇലക്ടേഴ്സ്, പി ഫോട്ടോ, ഐ ഐഡന്റിറ്റി, സി കാർഡ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്. നമ്പർ അവിടെ ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ. നേരത്തെ ഇസ്മായിൽ സാഹിബ് വിശദീകരിച്ചാണ് ഭാഗം നമ്പർ, ക്രമ നമ്പർ, മണ്ഡലം എന്നിവ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് നേരത്തെ വിശദീകരിച്ചാണ്. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിലെ ആദ്യം വരുന്നത് നിയമസഭാ മണ്ഡലമാണ്. രണ്ടാമത് വരുന്നത് പാർട്ട് എന്ന് പറയുന്നത് ബൂത്താണ്, നമ്മുടെ പോളിംഗ് സ്റ്റേഷനാണ്. PS എന്ന് പറയും, പോളിംഗ് സ്റ്റേഷൻ. അതിനാണ് പാർട്ട് എന്ന് പറയുന്നത്. ഭാഗം ഒരു സ്കൂളിൽ തന്നെ 3ഉം 4ഉം ബൂത്തുകൾ ചിലപ്പോൾ ഉണ്ടാവും, പോളിംഗ് സ്റ്റേഷൻ. ഓരോന്നിലും 1500-ന്റെ ഇടയിൽ ആളുകളും ഉണ്ടാവും. അതാണ് അതിൽ നമ്മുടെ സീരിയൽ നമ്പർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഴയ പട്ടികയിലെ ഇന്റർപ്രറ്റ് ചെയ്തോ? പഴയ പട്ടികയിലെ 3 കോളങ്ങൾ, ആദ്യത്തെ 3 കോളങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിയമസഭാ മണ്ഡലം. ഓക്കെ. പൂരിപ്പിച്ച് തയ്യാറായ ഫോം BLO മാർക്ക് എപ്പോഴാണ് തിരിച്ചു കൊടുക്കേണ്ടത്? അത് അവർ തന്നെ വന്ന് വാങ്ങുമോ? അപ്പോൾ തന്നെ കൊടുക്കാം. നമ്മൾ വീട്ടിൽ വന്നു ഡാറ്റയൊക്കെ ക്ലിയർ ആണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാം. ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ ആപ്പിൽ ഫോം കളക്റ്റഡ്, ഫോം ഡിസ്ട്രിബ്യൂട്ടഡ്, ഫോം കളക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞങ്ങൾ അപ്പം തന്നെ അത് ഇവിടെ മാർക്ക് ചെയ്യും. ഫോം കൊടുത്തു, ഫോം തിരിച്ചു വാങ്ങി. BLO മാർ തരുന്ന ഫോമുകൾ ഒരാൾക്ക് എത്ര വീതം ഉണ്ടാകും? ഒരാൾക്ക് 2 കോപ്പീസ്. ഒന്ന് റെസിപ്റ്റ് ആണ്, ഒന്ന് നമുക്കുള്ള കോപ്പിയാണ്. നിങ്ങളോട് ഇത് കൊണ്ടുപോയി എന്നുള്ള വിവരം നിങ്ങളെ കയ്യിൽ വെക്കാനാണ് ഒരു കോപ്പി നിങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ ആപ്പ് ഉണ്ട്. ഇതാ ഓരോ BLO മാർക്കും ഇതുപോലുള്ള ആപ്പ് ഉണ്ടാവും, കാണുന്നുണ്ടോ? ആപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ ആപ്പിൽ ഞങ്ങൾക്ക് എല്ലാവിധ സംഗതികളും ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആളുകൾ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വോട്ടേഴ്സിനെ കാണിക്കും. അതൊക്കെ നിങ്ങളെ അടുത്തുള്ള ഒരു BLOനോട് ചോദിച്ചാൽ അദ്ദേഹം കാണിച്ചു തരും നിങ്ങൾക്ക്. ഇതിലെല്ലാവിധ സംവിധാനവും ഉണ്ട് ഈ ആപ്പിൽ. എത്ര ഫോം നമ്മൾ ഓരോ ദിവസം കൊടുത്തു, എത്ര തിരിച്ചു കിട്ടി, എത്ര മാപ്പ് ചെയ്തു, എത്ര മാപ്പ് ചെയ്തില്ല, എല്ലാ വിവരങ്ങളും. മാപ്പ് ചെയ്താലൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പച്ച ഗ്രീൻ കളറായിട്ട് വരും. ആഡ് പ്രൊജനി എന്ന് പറഞ്ഞ മക്കളെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ അത് കാണിക്കും. അതൊക്കെയാണ് അതിന്റെ രീതി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. മാതാപിതാക്കളും ആ പട്ടികയിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ ഇളയ സഹോദരി മാത്രമാണ് 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ സഹോദരിയെ ബന്ധുവാക്കി ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാവിനും SIR ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അത് സ്വീകരിക്കുമോ? ഒരു കുഴപ്പമില്ല, പക്ഷേ നോട്ടീസ് വരും. സ്വീകരിക്കും, ഫോം സ്വീകരിക്കും, നോട്ടീസ് വരും. അടുത്ത അതിൻ്റെ വേറൊരു വേർഷനാണ് ചോദ്യം. ഒരാൾ 2002 പട്ടികയിലില്ല, 2025 പട്ടികയിലുണ്ട്. അങ്ങനെയാവുമ്പോൾ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരും സഹോദരിയുടെ പേരും 2002 പട്ടികയിലുണ്ട്. മാതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയായാൽ ബന്ധുവിൻ്റെ കോളത്തിൽ ആരുടെ പേര് ചേർക്കും? മാതാവിൻ്റെതാണ് കൊടുക്കേണ്ടത്. ജീവിച്ചിരിക്കണം എന്നൊരു ഉപാധിയുമില്ല. ഡാറ്റ മാത്രമാണ് നോക്കുന്നുള്ളൂ. ആള് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കുന്നില്ല. ഉപ്പ ഉമ്മ ഇവർ 2002 പട്ടികയിലില്ല, സഹോദരിയുടെ പേരുണ്ട്. അങ്ങനെയായാൽ ബന്ധുവായി സഹോദരിയെ ചേർത്താൽ പോരെ? ചേർക്കാം. ഓക്കെ, നേരത്തെ വിശദീകരിച്ചാണ്. 2004 ജനിച്ച ഒരാൾക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച 2025 ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല. എന്താണ് വേണ്ടത്? അയാളെ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് ഇതേ ബൂത്താണെങ്കിൽ BLOനോട് ചോദിക്കാലോ. ഇപ്പൊ എന്നെ പോലെയൊക്കെ ആണെങ്കിൽ ഒരേ BLO ആയിരിക്കും. ചില BLOs മാറി മാറി വരും. അപ്പൊ അവർക്ക് അറിയില്ല അതിനെപ്പറ്റി. എന്നാലും നമുക്ക് അന്വേഷിക്കാം എന്തുകൊണ്ട് എൻ്റെ ഇതില്ലാത്തത്. കാരണം നമ്മള് ഈ വോട്ടർ ID കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് വോട്ട് ഉണ്ടാവണമെന്നില്ല. വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചിലപ്പോൾ നമുക്കെതിരെ ഒരു പരാതി കൊടുത്താലും അത് ചിലപ്പം ഡിലീറ്റ് ആയിട്ട് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ വോട്ട് ചെയ്യാത്ത, വോട്ടർ ID ഇതുവരെ ഇല്ലാത്ത പ്രവാസികൾക്ക് വോട്ടർ ID ലഭ്യമാകുമോ? എന്താണ് അതിന് വേണ്ടത്? പ്രവാസികൾക്ക് വോട്ടർ ID ലഭിക്കില്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെയും കാണിച്ചു, നമ്മുടെ സാധാരണ വോട്ടർ പട്ടികയിൽ പേരുള്ളത് പോലെ ഇതൊക്കെ സാധാരണ വോട്ടർമാരാണ്. കാണുന്നുണ്ടോ? അതേപോലെയാണ് പ്രവാസി വോട്ടർ. ഇതാ രണ്ടാളേ ഉള്ളു എൻ്റെ ബൂത്തിൽ. ആദ്യം ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരൊക്കെ ഗൾഫ് മതിയാക്കി വന്നപ്പോൾ അവര് സാധാരണ വോട്ടറായിട്ട് മാറി. ഗൾഫ് മതിയാക്കി വരുമ്പോൾ അവർക്ക് ഞാൻ ഗൾഫ് മതിയാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഷ് ഫോം കൊടുത്തിട്ട് മറ്റേ വോട്ട് ഒഴിവാക്കിയിട്ട് സാധാരണ വോട്ടറായിട്ട് മാറാം. നെക്സ്റ്റ്. 2025 വന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ 2002 നിന്ന് വ്യത്യസ്തമായ അക്ഷരത്തെറ്റുകൾ കാണുന്നു. അത് പ്രശ്നമാണോ? അത് എങ്ങനെ തിരുത്തും? ഞാനത് പറഞ്ഞു, ഒരു തിരുത്തും ചെയ്യണ്ട. ആ തെറ്റായിട്ട് തന്നെ എഴുതി വെച്ചാൽ മതി. ചിലപ്പം പിന്നെ പേരിൽ വ്യത്യാസം ഉണ്ടാവും, ബന്ധം എഴുതിയാലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അത് അതേപടി എഴുതുക. അതേപടി എഴുതിയാലേ ഇതെന്ത് ചെയ്യുള്ളൂ, ലിങ്ക് ആവുള്ളൂ. ഇലക്ഷൻ ID ഉണ്ട്, പക്ഷേ 2 ലിസ്റ്റിലും പേരില്ലാത്തവർ എന്ത് ചെയ്യണം? ഇവർ പുതുതായി പേര് ചേർക്കുമ്പോൾ മാതാപിതാക്കളുടെ പേര് വേറെ ഭാഗത്തെ ലിസ്റ്റിലാണുള്ളതെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് വോട്ടർ ID ഉണ്ട്, വോട്ടില്ല എന്നല്ലേ, അതല്ലേ പറഞ്ഞത്? അതന്നെ. അത് ഫ്രഷ് ആയിട്ട് വീണ്ടും ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അപേക്ഷിക്കുക. അയാൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് ആ പ്രൂഫ് വെക്കുക. അതുപോലെ ഇപ്പം അവരുടെ വീട്ടില് ഇപ്പൊ ഈ SIR കഴിയുമ്പോൾ കുറെ വോട്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഏറ്റവും മുതിർന്ന ഇയാളുമായിട്ട് ഏറ്റവും റിലേഷൻ ഉള്ള ഒരാളുടെ വോട്ടർ ID കെയർ ഓഫ് കൊടുത്തിട്ട് ഫ്രഷ് ആയിട്ട് അപേക്ഷിക്കുക. 2002 SIR ലിസ്റ്റിലും വോട്ടർ IDയിലേതും എപ്പിക് നമ്പർ വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എപ്പിക് നമ്പർ എഴുതാതെ വിടുകയാണ് വേണ്ടത്. 2002 ലിസ്റ്റിൽ KL കൊണ്ട് തുടങ്ങുന്ന നമ്പറാണ്. 2025 വോട്ടർ പട്ടികയിൽ URR00 എന്നിങ്ങനെയുള്ള നമ്പറാണ്. എന്യൂമറേഷൻ ഫോമിൽ ഏത് നമ്പർ എഴുതണം? അതായത് നമ്മൾ 2002 ഡീറ്റെയിൽസ് എഴുതുമ്പോൾ 2002 തന്നെ എഴുതാൻ പാടില്ല. അവിടെ പോയിട്ട് KL0 എന്നുള്ള ആ ഇത് മാറ്റിയിട്ട്
ഇത് തെറ്റാണല്ലോ, ഇങ്ങനെ ഒരു ഐ ഡി ഇല്ലല്ലോ, ഞാൻ എൻ്റെ ഐ ഡി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം UBFO അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ നമ്പറോ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു നമ്പർ കൊടുത്താൽ അങ്ങനെ ഒരാളെ 2002 കാണില്ല. 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള ഇപ്പോൾ വിദേശത്തുള്ള മകളുടെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകുകയല്ലേ ചെയ്യേണ്ടത്? അതെ അതെ അതെ, വീട്ടിലെ അംഗങ്ങൾ ചെയ്യണം. ഞാൻ 2002 പയ്യന്നൂർ നിയോജക മണ്ഡലം വോട്ടർ പട്ടികയിലുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലാണ് താമസം. ഇവിടെ 2025 വോട്ടർ പട്ടികയിൽ ഞാനുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത്? അദ്ദേഹം തളിപ്പറമ്പിലല്ല, കേരളത്തിലെ എവിടെയാണെങ്കിലും, ഇപ്പൊ എൻ്റെ ബൂത്തില് ഒരു തിരുവനന്തപുരത്തെ ആളുണ്ട്, വയനാടുള്ള ആളുണ്ട്. അതൊക്കെ നമുക്ക് തളിപ്പറമ്പിലുള്ള ആൾക്ക് മുമ്പ് ഞാൻ പയ്യന്നൂർ എവിടെയാണ് ബോയ്സ് സ്കൂളിലോ സെൻട്രൽ UP സ്കൂളിലോ, പിന്നെ അതല്ല ഇനി അവിടുത്തെ സെന്റ് ജോസഫ് സ്കൂളിലാണോ എവിടെയാണോ വോട്ട് ചെയ്തതെന്ന് അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞ ഇലക്ട്രൽ 2002 എന്ന് പറഞ്ഞിട്ട് എടുത്താൽ ആ സ്കൂളിന്റെ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മൊബൈലിൽ തന്നെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ പേര് എവിടെ ഉണ്ട്. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി 2 ചോദ്യമാണ് നമുക്ക് കിട്ടിയതിൽ ഉള്ളത്. എന്യൂമറേഷൻ ഫോം ഏത് ഭാഷയിലാണ് പൂരിപ്പിക്കേണ്ടത്? മലയാളം നിർബന്ധമാണോ? ഇംഗ്ലീഷിൽ പറ്റുമോ? ഇപ്പൊ എൻ്റെ ഏരിയയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കന്നഡയാണ്. ഇവിടെ ഞാനിപ്പോ 300ഓളം ഫോം പോയിട്ട് കൊടുത്തു വീട്ടിൽ. എല്ലാ ഫോമും ഞാൻ എൻ്റെ കൈ കൊണ്ട് എഴുതി കൊടുത്തു. കാരണം അവർക്ക് വായിക്കാനും അറിയില്ല, എഴുതാനും അറിയില്ല മലയാളം. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതാം, പക്ഷെ അവർക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ കോൺസിക്വന്റ് ആയിട്ട് അതിന്റെ സൈഡിലുള്ള മലയാളം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ എഴുതുന്നതാണ് നല്ലത്. ഇനി പറ്റുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. ഓക്കെ. ഫോം പൂരിപ്പിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ അത് തടഞ്ഞ് എഴുതാൻ പറ്റുമോ? വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ച് എഴുതാൻ പറ്റുമോ? എഴുതുന്നവർ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സാധനം ആദ്യം നമ്മളൊരു 2 കോപ്പി എടുത്താൽ വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ നമുക്ക് വേറെ ഫ്രഷിൽ എഴുതാലോ. ഇത് കോപ്പി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൽ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെയിം കോപ്പി എടുക്കുക, ഒരു കോപ്പി നമ്മളവിടെ വെച്ചിട്ട് നമ്മൾ എഴുതി തെറ്റ് പറ്റിയ ഫ്രഷ് ഏറ്റവും നീറ്റായിട്ടുള്ള കോപ്പി വേണം BLOക്ക് കൊടുക്കാൻ. ഓക്കെ. 2002 പട്ടികയിൽ ഞാനോ മാതാപിതാക്കളോ അവരുടെ മാതാപിതാക്കളോ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണം? ഭാര്യ 2002 പട്ടികയിലുണ്ട്. ഭാര്യയുടെ ഡീറ്റെയിൽസ് ഭർത്താവിന് എഴുതാൻ പറ്റില്ല. ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഭാര്യയ്ക്കും എഴുതാൻ പറ്റില്ല. കാരണം അവർ തമ്മിൽ രക്തബന്ധുക്കളല്ല. രക്തബന്ധുവായ ഏറ്റവും അടുത്ത ആളുടെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഫോം തിരിച്ചു വാങ്ങും, നിങ്ങൾക്ക് നോട്ടീസ് വരും. ഞാൻ ഇന്ത്യൻ പൗരനാണെന്നും ഞാൻ ഇത്ര വർഷമായി ഇവിടെ മാട്ടൂല് താമസിക്കുന്നു അല്ലെങ്കിൽ പുതിയങ്ങാടി താമസിക്കുന്നു, എനിക്ക് റേഷൻ കാർഡ് ഉണ്ട്, വേറെ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട് എന്നൊക്കെയുള്ള നിങ്ങളെ പ്രൂഫുകളൊക്കെ കൊണ്ടുപോയി ആ ഹിയറിങ്ങിന് ആരാണോ നിങ്ങളെ വിളിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ അത് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് SIR ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും. നമുക്കിനി ചാറ്റ് ബോക്സിൽ വന്ന 1-2 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ചാറ്റ് ബോക്സ് എനിക്ക് കാണില്ല, നിങ്ങൾ തന്നെ പറയില്ല. ഞാൻ വായിച്ചോളാം. ഒരാൾ 2002 പട്ടികയിൽ ഇല്ല, 2025 പട്ടികയിലുണ്ട്. അങ്ങനെയാവുമ്പോൾ 3-ാമത്തെ കോളം പൂരിപ്പിക്കണം. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരും സഹോദരിയുടെ പേരും 2002 പട്ടികയിലുണ്ട്. മാതാവ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയായാൽ ബന്ധുവിൻ്റെ കോളത്തിൽ ആരുടെ പേര് ചേർക്കും? ഇത് നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നു ഒന്നും പ്രശ്നമില്ല. മാതാവ് ജീവിച്ചിരിക്കണം നിർബന്ധമില്ല. ആദ്യം എഴുതേണ്ടത് മാതാവിൻ്റെ ആണ്. കാരണം മാതാവിൻ്റെത് എഴുതുമ്പോൾ മാതാവിന്റെ ബന്ധുവിന്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഉപ്പാന്റെ പേരുണ്ടാവും, ഭർത്താവ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഇയാളുണ്ട്. നേരത്തെ പറഞ്ഞ വിഷയമാണ് സംശയം. 2002 2025 പട്ടികയിൽ ഇല്ലാത്ത പ്രവാസിയെ പുതുതായി വോട്ടർ പട്ടികയിൽ ചേർക്കാൻ എന്താണ് വഴി? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ 2002 പട്ടികയിൽ ഇല്ല, 2025 പട്ടികയിലുണ്ട്. മനസ്സിലായില്ല. ഈ ഒരാളുടെ 2002 2025 പേരില്ലാത്ത ഒരു പ്രവാസിയാണ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അല്ല, അത് വേറെ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള വിഷയമല്ല. എന്നാൽ 2002 പട്ടികയിലെ പേര് അവരില്ല, ഈ മാതാപിതാക്കളില്ല. 2025 പട്ടികയിലുണ്ട്. ആര്? ഈ മാതാപിതാക്കൾ. അല്ല, ഇദ്ദേഹം ഇല്ലല്ലോ.
ഇല്ല, ഇദ്ദേഹം രണ്ടിലും ഇല്ല. ഇദ്ദേഹത്തിന്റെ കാര്യമല്ലേ നമുക്ക് ചോദിക്കേണ്ടുള്ളൂ. ആ ഇദ്ദേഹത്തിന് ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഡിസംബർ 9 ശേഷം അപേക്ഷിക്കാം. ഈ SIR ലിസ്റ്റിലോ ഇതിലൊന്നും വരണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അദ്ദേഹം SIR പ്രോസസ്സിൽ ഉൾപ്പെടുന്നില്ല ഈ വ്യക്തി. അപ്പൊ ഒരു സാധാരണ വോട്ടറായിട്ട്, പ്രവാസിയാണെങ്കിൽ പ്രവാസിയായിട്ട്, നാട്ടിലുള്ള ആളാണെങ്കിൽ നാട്ടിലുള്ള ആയിട്ട് അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രൂഫുകളൊക്കെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ വോട്ടറായിട്ട് ചേർക്കും. പിന്നെ ഒരു ചോദ്യം വ്യക്തമല്ല. 2002 പേരുള്ള ആൾ മരിച്ചുപോയി. അയാളുടെ പേര് എഴുതാൻ പറ്റുമോ? ഫോമിൽ തടഞ്ഞ് എഴുതാൻ പറ്റുമോ? മരണപ്പെട്ടത് നമുക്ക് വിഷയമല്ലല്ലോ. ഇല്ല. പട്ടികയിൽ ഡാറ്റയാണ് വേണ്ടത്. ഡാറ്റ മരിക്കുന്നില്ല. ഷുർ. 2006 ജനിച്ച എൻ്റെ മകന് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ ഇലക്ട്രൽ ID പുതുതായി എടുക്കണോ, അല്ല എന്യൂമറേഷൻ ഫോം മാത്രം ഫിൽ ചെയ്താൽ മതിയോ? എന്യൂമറേഷൻ ഫോം അദ്ദേഹത്തിന് കിട്ടില്ല. ഓക്കെ. അദ്ദേഹം വോട്ടറായിട്ട് നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഫ്രഷ് ആയിട്ട് പിന്നെ 2025 ഡിസംബർ 9 ശേഷം അപേക്ഷിച്ചാൽ മതി. പിന്നെ ഇനി നമുക്ക് കുറച്ച് സമയം, ഒരു ഓ. റാജിക്ക് എത്ര ടൈം നമ്മൾ കൊടുക്കുന്നു? ഒരു 15 മിനിറ്റ്സ് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു 15 മിനിറ്റ് നമുക്ക്. അല്ല, ഈ കുറേ ഇതന്നെ റിപ്പീറ്റഡ് ആയിട്ടാണല്ലോ. അപ്പൊ അത് അതന്നെ, കുറേ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഇപ്പോഴുള്ള ചോദ്യങ്ങളിൽ ഏകദേശം എല്ലാവർക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കുറെ വ്യക്തമായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മൾ ആളുകളോട് പറയേണ്ടത്, ഒരു തരത്തിൽ നിങ്ങൾ പാനിക് ആവരുത്. വളരെ സിമ്പിൾ സിസ്റ്റമാണിത്. ഈ 3 വിവരങ്ങൾ നമ്മൾ കൊടുത്താൽ മതി. മറ്റൊരു ഫോമോ ഒരു ഡാറ്റയോ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ഫോട്ടോ പാങ്ങില്ല, മൊഞ്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു നല്ല ഫോട്ടോ ആ സൈഡിന് ഒട്ടിച്ചാൽ മതി. അല്ല, ഇവരെ BLOമാര് വീടുകളിൽ സഹായിക്കൂലേ? ചോദ്യങ്ങൾക്ക് അവര് ഉത്തരം നൽകുകയും തീർച്ചയായും ഗൈഡൻസ് ഉണ്ടാവൂലേ? BLOമാര് സഹായിക്കും, BLAമാരുണ്ടാവും, ബൂത്ത് ഉണ്ടാവും. നമുക്ക് അസിസ്റ്റന്റുമാര്, നമുക്ക് വളണ്ടിയർ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാം ഓക്കെ. ആളുകൾക്ക്. ഇന്ന് ഞാനിപ്പം ഈ മഗ്‌രിബിന് മുമ്പ് ഒരു ക്ലബിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ ഒരു 100-ലധികം ആളുകള്, ഉമ്മമാരും ആളുകളും വന്നു, നമ്മുടെ സംസാരം കേട്ടു. അവിടെ 2 BLOമാര് വേറെ ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കുന്ന നമ്മളെ സഹോദരന്മാര്. ഞാൻ അവിടെ പോയിട്ട് അവരോട് കാര്യം പറഞ്ഞു. അവിടുത്തെ BLOമാരും അവരോട് സംസാരിച്ചു. എല്ലാവരുടെയും സംശയം തീർന്ന് വളരെ സമാധാനത്തോടു പോയി. ഈ യൂട്യൂബിലും ഇതിലൊക്കെ കേട്ട് ഹുത്തുബയിൽ അടക്കം ആളുകളെ പേടിപ്പിച്ചിട്ട് നാളെ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് പോകും, അമേരിക്കയിലേക്ക് പോകും പറഞ്ഞിട്ട്, അങ്ങനെ പാനിക്കാണ്ട് ഒരു കാര്യമില്ല. നമ്മളെ കൃത്യമായ വിവരം കൊടുത്താൽ മതി, വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു ചോദ്യം അതിനിടെ വന്നിട്ടുണ്ട്. 2025 വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ കിട്ടും? 2025-ന്റെയോ? ആ എന്താണ് ആവശ്യം? നാദിഷ് ഹസൻ ഒന്ന് നിങ്ങൾ ചോദിച്ചു. ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന് വോട്ടുണ്ടോന്ന്, ഇന്ത്യയിൽ എവിടെയും വോട്ടുണ്ടോന്ന് അറിയാൻ ഞാൻ നേരത്തെ ഒരു ആപ്പ് പറഞ്ഞില്ലേ, സാറേ ഒരു സംശയം. വോട്ടർ ഹെൽപ്പ് ലൈൻ. ആ ആപ്പ് നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് നോക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വോട്ടർ പട്ടികന്റെ ആവശ്യമില്ല. വോട്ടർ ID അടിച്ചു കൊടുത്ത പാട്. ഇനി വോട്ടർ പട്ടിക വേണമെങ്കിൽ നമ്മുടെ CEO കേരള വോട്ടർ റോള്, ഇലക്ടർ റോൾ സെർച്ച്, ഇലക്ടർ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാം. ജില്ല, നിയോജക മണ്ഡലം, നിങ്ങൾക്ക് ഏത് വാർഡിന്റെ ഏതാണ് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ കിട്ടില്ല. ഫോട്ടോ ഉള്ള വോട്ടർ പട്ടിക നിങ്ങൾക്ക് കിട്ടില്ല. ഇതൊക്കെ ആളുകളുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ്, ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഫോട്ടോ ഉള്ള വോട്ടർ പട്ടിക അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്കാർക്കും BLOമാർക്കും ഇലക്ഷൻ ഓഫീസുകളിലും വില്ലേജിലുമാണ് ഉണ്ടാകുക. ഈ ആപ്പിന്റെ പേര് ഒന്ന്, വോട്ടർ ഹെൽപ്പ് ലൈൻ. വോട്ടർ ഹെൽപ്പ്. പ്ലേ സ്റ്റോറിൽ കിട്ടും, ആപ്പ് സ്റ്റോറിലും കിട്ടും, രണ്ടിലും വർക്ക് ചെയ്യും. ഓക്കെ. ഇന്ത്യയിൽ എവിടെ വോട്ടുണ്ടെങ്കിൽ അത് കാണിക്കും. സാറേ ഒരു സംശയം. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഈ ഡിസംബർ 9 ശേഷം പുതുതായിട്ട് വോട്ട് ചേർക്കുമ്പോഴേ ഓ, നമ്മള് BLOമാർ എന്തൊക്കെ രേഖകളാണ് ആവശ്യപ്പെടുക? BLO അല്ല, അത് സൈറ്റിൽ ചോദിക്കുക. 1 നിങ്ങളുടെ ഫോട്ടോ, 2 നിങ്ങളുടെ മൊബൈൽ നമ്പർ, 3 നിങ്ങളുടെ ആധാർ നമ്പർ, 4 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്. അതിനൊക്കെ എന്തൊക്കെ വെക്കാന്നുള്ളത് അവിടെ വേറെ ലിസ്റ്റ് വരും. 5 നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്. അഡ്രസ് പ്രൂഫ്. അതെ, വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആ വീടിന്റെ പേരിൽ നിലവിൽ നിങ്ങൾ എവിടെ റെസിഡന്റ് ആണ് എന്നുള്ള പ്രൂഫ്. അതിന് നിലവിൽ പ്രൂഫ് ഒന്നും നിലവിലില്ല.
ആര് പറഞ്ഞു ആധാർ കാർഡിലില്ലേ അഡ്രസ്സ്? ആധാർ കാർഡ് വീട് കോട്ടയത്താണ്, ഞാൻ താമസം തൃക്കരിപ്പൂരാണ്. നിങ്ങൾ ആധാർ കാർഡിലുള്ള അഡ്രസ്സാണ് നിങ്ങൾക്ക് കിട്ടുക. അതെ, ഇപ്പൊ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് പയ്യന്നൂർ അഡ്രസ്സാണ്. ഇപ്പൊ നിങ്ങൾ തൃക്കരിപ്പൂർ താമസിക്കുന്നതിന് തൃക്കരിപ്പൂർ വീട്ടിൽ വേറെ വോട്ടറില്ലേ? ഇവിടെ വാടകയ്ക്കാ താമസം. വാടകക്ക് വാടക ചീട്ട് വാങ്ങണം. വാടകന്റെ നമുക്ക് ആ ഈ റൂമിന്റെ കോട്ടയത്തെ വീടിന്റെ അഡ്രസ്സിലേക്ക് ആധാർ കാർഡ് ചേഞ്ച് ചെയ്ത് വെക്കട്ടെ? അയ്യോ, ഡിസംബർ 9 മുമ്പായിട്ട് അല്ല, അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത്. വോട്ടർ കാർഡ് എവിടെ വേണ്ടത്? വോട്ടർ കാർഡ് ഇനിയിപ്പം ഇവിടുന്നൊക്കെ ഏത് സമയം മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിലവിൽ നാട്ടിലല്ലേ വേണ്ടത്? നാട്ടിലാണല്ലോ നിങ്ങളെ സ്ഥിരം ആളൊക്കെ ഉള്ളത്. അതെ, അപ്പം BLO എൻക്വയറി ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ 1 വർഷമായിട്ട് അവിടെ ഇല്ല, നമ്മൾ വീട് അടച്ചിട്ടാണ്. BLO നിങ്ങളെ വീട്ടിൽ വരുന്നില്ല. BLO ഒക്കെ ആപ്പിലാണ് വരിക. നിങ്ങൾ അപേക്ഷിച്ചാൽ നാട്ടിലെ BLOന്റെ അടുത്ത് ആപ്പിലേക്കാണ് പോവുക. ഓക്കെ ഓക്കെ. അയാളുടെ ഈ ആപ്പിൽ അയാൾ നോക്കുമ്പോൾ നിങ്ങളുടെ പിതാവിന് നിങ്ങളൊരു റിലേഷൻ കൊടുക്കും, കെയർ ഓഫ് ID. ആ ആ അപ്പൊ അത് നിങ്ങളെ പിതാവിന്റെയോ മാതാവിന്റെയോ നിങ്ങളുടെ ഭാര്യയുടെ ആരുടെയും ആയിരിക്കും. ആ ആ അപ്പൊ BLO അത് നോക്കും, ഈ വ്യക്തി എന്റെ വോട്ടർ ലിസ്റ്റിൽ പെട്ട ആളാണോ, അപ്പൊ ഇദ്ദേഹമായിട്ട് റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അദ്ദേഹം ഓക്കെ അടിക്കും. നിങ്ങളെ വിളിച്ചു ചോദിക്കും, നിങ്ങളെ ഫോൺ നമ്പർ ഉണ്ടല്ലോ അതില്, ആ ആ നിങ്ങളെ വിളിച്ചു ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം, ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഒരു ജോലി ആവശ്യാർത്ഥം തൃക്കരിപ്പൂരിൽ വന്നതാണ്, ആ. എനിക്ക് പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ട് വോട്ട് ചേർക്കാൻ പറ്റിയിട്ടില്ല, ആ. എന്നെ വോട്ടറായിട്ട് ചേർക്കണം എന്ന് പറഞ്ഞാൽ അയാൾക്കത് ബോധ്യപ്പെട്ടാൽ അയാൾ അത് ഓക്കെ അടിക്കും. അല്ലാണ്ട് നിങ്ങളെ വന്ന് കാണുമൊന്നുമില്ല. അപ്പൊ ഞാൻ ഏതൊക്കെ പ്രൂഫാണ് ചേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അഡ്രസ്സിലേക്ക്? നാട്ടിലെ അഡ്രസ് ഇല്ലേ ഓൾറെഡി? നാട്ടിലെ അഡ്രസ്സിൽ എനിക്ക് എല്ലാ രേഖകളും ഉണ്ട്, പക്ഷെ നാട്ടിലെ അഡ്രസ്സിൽ ഉള്ള ഒരു രേഖ ഇപ്പൊ നിലവിലില്ല. ഒന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ SLC ബുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം. അതുണ്ട്, അത് പക്ഷെ നാട്ടിൽ തന്നെ വേറൊരു സ്ഥലത്ത് താമസിച്ചപ്പോഴേ ഉണ്ടായത്. ഇപ്പം താമസിക്കുന്ന വീട് ഡേറ്റ് ഓഫ് ബർത്തിൽ നിങ്ങൾ SLCന്റെ ഇതുണ്ടോ? നിങ്ങൾ SLC പഠിച്ചല്ലേ? ആ അതുണ്ട്, അത് മതിയല്ലോ. അത് പിന്നെ കൂടെ മാറൂലല്ലോ. SLC എന്ന് പറയുന്നത് ഒരിക്കലുള്ള രേഖയല്ലേ. അതെ, അതിപ്പോ താമസിക്കുന്ന നാട്ടിലുള്ള ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സിലല്ല ഉള്ളത് ആ രേഖ. അഡ്രസ് അല്ല ചോദിച്ചേ, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ഉണ്ട്. ആധാറിൽ എന്താ ഉള്ളത്? ആധാറിലൊക്കെ ആ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ്. അഡ്രസ് എല്ലാ ഇതിലും രേഖകളിലും അഡ്രസ്സ് മാറ്റമുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഒരു അഡ്രസ്സ് പറയൂ. നിങ്ങൾക്ക് തൃക്കരിപ്പൂര് വേണോ? അതിന്റെ ഒരു അഡ്രസ് പ്രൂഫ് വെക്കണം. തൃക്കരിപ്പൂരല്ല വേണ്ട, കോട്ടയത്ത് വേണോ? കോട്ടയത്ത് അഡ്രസ് പ്രൂഫ് വെക്കണം. അത് കോട്ടയത്ത് നിലവിൽ അഡ്രസ് പ്രൂഫ് ഇല്ല, അപ്പൊ അത് ചേഞ്ച് ചെയ്ത് വെക്കട്ടെ എന്നാണ് ചോദിച്ചത്. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളിപ്പോ ഓരോ രേഖയിലും ഓരോ അഡ്രസ്സാണ്, ഓരോന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെ ID വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീർച്ചപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അവിടുത്തെ ഒരു റിലേറ്റീവിനെയോ ഒരു നെയ്ബറിനെയോ നിങ്ങൾ കെയർ ഓഫ് കൊടുക്കണം. അത് കൊടുക്കാൻ ആളുണ്ട്. എന്നാലേ ചേർക്കുള്ളൂ. അപ്പൊ അതിന് എനിക്കായിട്ടുള്ള ഒരു അഡ്രസ്സും വേണം. അതെ, അപ്പൊ കാരണം അത് അഡ്രസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ അഡ്രസ് പ്രൂഫ് അറ്റാച്ച് ചെയ്തു ആധാർ എന്ന് പറഞ്ഞിട്ട്, ആധാർ അവിടെ കാണിക്കും ഈ ഓഫീസർക്ക്. അത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അഡ്രസ് മിസ്മാച്ച്, നോട്ട് റിസൈഡിങ് ഇൻ ദിസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസംബർ 9 ആധാർ ചേഞ്ച് ചെയ്യാൻ പറ്റൂലേ അത് ആ സമയം അല്ല, കൊണ്ട്? ആധാർ ചെയ്യാലോ, അത് വേറെ കാര്യമല്ലേ. ആധാർ ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇപ്പൊ നിലവില് ആധാർ നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാലോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതെ സാർ, ഞാൻ ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ പ്രൂഫ് ആ അഡ്രസ്സിൽ റെഡിയാക്കി വെക്കണം എന്നാണ് ചോദിച്ചത്. ആ അഡ്രസ്സിൽ ഒരു പ്രൂഫും ഇല്ല. ഏതെങ്കിലും ഒരു പ്രൂഫ് വേണം. നിങ്ങൾ അഡ്രസ്സിന് പ്രൂഫ് ചോദിക്കുമ്പോൾ അവിടെ റേഷൻ കാർഡ്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല്, ഗ്യാസ് കണക്ഷൻ, ഹൗസ് ഓണറിന്റെ ഇത് കൺസെന്റ്, ആധാർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് ലിസ്റ്റ്. അതിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് അവിടെ വെച്ചിരിക്കണം. ആധാറും റേഷൻ കാർഡും അവൻ മാറ്റി വെക്കാല ഈ കാലയളവിനുള്ളിൽ? അത് നിങ്ങളെ ഇഷ്ടം. അല്ല, BLO ചോദിക്കുന്ന ഏതെങ്കിലും ഒരു രേഖയല്ലേ കൊടുക്കേണ്ടി വരുള്ളൂ അല്ലേ? നിങ്ങൾ ചോദിക്കൊന്നുമില്ലാന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നല്ലേ. അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ അടുത്ത നിങ്ങൾ ഒരേ ചോദ്യത്തിലേക്ക് സമയത്ത് നീങ്ങാം. 2 രേഖ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, ഒറ്റ രേഖ. ശരി, ഓക്കെ. അടുത്ത ചോദ്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. കഴിഞ്ഞോ? എപ്പിക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓക്കെ. ഹലോ. പിന്നെ ഒന്നാമത്തെ കോളത്തിൽ എപ്പിക് നമ്പർ പഴയ ലിസ്റ്റിലുള്ളതാണോ ചേർക്കേണ്ടത്, അതോ നമ്മുടെ ഈ ഫോമിന്റെ മുകളിൽ ഒന്നാമത്തെ കാണിക്കുന്നതാണോ കോളം ചേർക്കേണ്ടത്? ടോപ്പിൽ നിങ്ങളുടെ എപ്പിക് കാർഡ് ചോദിക്കുന്നില്ലല്ലോ, അവിടെ അച്ചടിച്ച് അല്ല, വരിക. മാതാപിതാക്കളുടെ ചോദിക്കുന്നുണ്ടല്ലോ. അത് നിലവിലെ ലൈവ് കൊടുക്കണം. ഓക്കെ, താഴത്തെ കോളത്തിലാണ് 2002 ലിസ്റ്റിലുള്ളത് ചേർക്കേണ്ടത്. 2002 എഴുതുമ്പോഴാണ് നിങ്ങൾ കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതുക. തെറ്റായിട്ടാണ് അച്ചടിച്ചതെങ്കിൽ ആ തെറ്റ് തന്നെ ആവർത്തിക്കുക. ഓക്കെ, ഒന്നാമത്തെ കോളത്തില് എല്ലാം ഫോമിൽ കൃത്യമായിട്ട് എഴുതുക. മുകളിൽ വന്നിട്ടുള്ള ആ നമ്പർ എഴുതാം.
ഓക്കെ, ഇപ്പം എഴുതി തെറ്റിപ്പോയാൽ നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ഒരു വര വരച്ചാൽ മതി, അല്ലെങ്കിൽ വൈറ്റ്നർ ഇടാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോം നിങ്ങൾ പൂരിപ്പിക്കുന്നതിന് മുമ്പ് എക്സ്ട്രാ കോപ്പി എടുത്തു. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. പിന്നെ ഈ അഡ്രസ് പ്രൂഫ് പറഞ്ഞല്ലോ, അത് പാസ്പോർട്ട് പറ്റൂലേ? ആർക്ക്? ഇപ്പം എല്ലാ അഡ്രസ് പ്രൂഫ് നമുക്കിപ്പോൾ കൊടുക്കണമെങ്കിൽ, പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണമെങ്കിൽ ഓ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ പാസ്പോർട്ടിൽ അഡ്രസ്സ് ആവുമല്ലോ, ആധാർ പറ്റും അല്ലാതെ പറ്റും പറ്റും. പറ്റുമല്ലോ അല്ലേ? ആ, നിങ്ങൾ അവിടെ തരുന്ന ലിസ്റ്റിന്ന് ആ സെലക്ട് ചെയ്താൽ മതി എന്താണ് നിങ്ങൾ വെക്കുന്നത് എന്നുള്ളത്. ആ അത് ശരിയാ. പിന്നെ വേറൊരു സംശയമുള്ളത്, ഇപ്പൊ 2002 നമ്മളെ ഒരു സ്ത്രീന്റെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള പേരില് ഭർത്താവിന്റെ പേര് പിതാവ് എന്നാണ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ അതുമാതിരി തന്നെ കൊടുക്കേണ്ടതുണ്ടോ? അതുപോലെ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇവരുടെ ഡാറ്റയിൽ ഇതേ ഭർത്താവിന്റെ പേര് തന്നെയാണല്ലോ മുകളിൽ ഉണ്ടാവുക. അതെ. അപ്പൊ അവിടെ പിതാവ് എന്ന് തെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ. ഭർത്താവ് എന്ന് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, ആളൊന്നും ചേഞ്ച് ആവുന്നില്ലല്ലോ. അല്ല, നമ്മൾ ഇപ്പം അത് തിരുത്തി ഭർത്താവ് എന്ന് കൊടുക്കുന്നതോട് കുഴപ്പമില്ല അല്ലെ? ഇല്ല, കാരണം അത് വലിയ പ്രശ്നം വരില്ല, ഒരേ പേരായതുകൊണ്ട്. ആ. ഇനി അവിടെ നിങ്ങൾ വെറും പി എന്ന് എഴുതി വെച്ചാലും പ്രശ്നമൊന്നുമില്ല, ആ കാരണം ആ ഡാറ്റ നിങ്ങൾക്ക് പുതിയ ഡാറ്റ ആയിട്ട് വരുന്നില്ല. ഇല്ലല്ല. ആ ഓക്കെ. നിങ്ങളുടെ നമുക്ക് ഡാറ്റ അത് ഓൾറെഡി നമ്മളെ കയ്യിൽ ഉള്ളതാണ് നിങ്ങളുടെ ഡാറ്റ. അല്ല, അവിടെ പിതാവ് എന്നും ഇപ്പുറം ഭർത്താവ് എന്നും എഴുതുന്നോണ്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ, അതാ ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഭർത്താവ് എന്ന് തന്നെ എഴുതാം അല്ലെ? ആ അതെ, അങ്ങനെ. ആ പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിലൊന്നും 2002 നില്ലെന്നാ കാണുന്നത്, ഇത് എപ്പിക് നമ്പർ. എന്ത് നില്ല്? ആ, നിൽ. ഒന്നും എഴുതണ്ട. അതൊന്നും എഴുതണ്ടല്ലോ അല്ലെ? വേണ്ട. ഓക്കെ. ഓക്കെ, ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ? ഹലോ, ഓ സാർ, ഒരു പ്രവാസി ഓൺലൈൻ വഴി ഫോം 6A പകരം 6 അപേക്ഷ നൽകിയത്, ഇത് ക്യാൻസൽ ചെയ്യാനോ തിരുത്താനോ സാധിക്കുമോ നമുക്ക്? ആ ഫോം അപ്രൂവ് ആവില്ല. അത് നിങ്ങൾ ഫോമിൽ ഏത് കൊടുത്താലും, ആ ഒരു പ്രവാസി അങ്ങനെ ഒരു അപേക്ഷ കൊടുത്താലും ഇവിടെ BLO അത് ചെക്ക് ചെയ്യുമ്പോൾ അത് അപ്രൂവ് ചെയ്യില്ല അയാള്. അപ്പം വേറെ 6A അത് ഡിലീഷൻ ആയി പോകും. പിന്നെ നിങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുത്ത് വീണ്ടും അപേക്ഷ കൊടുക്കാമല്ലോ വേറെ കൊടുക്കാം അല്ലേ? ഓ 6A എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതെ. അപ്പൊ പിന്നെ മറ്റൊരു ചോദ്യം, ഈ ഓൺലൈൻ വഴി 6A അപ്ലോഡ് ഇപ്പം ചെയ്തിട്ടുണ്ട്, അതിപ്പം BLOക്കാർ അക്സെപ്റ്റ് ചെയ്യോ അത്? ഗൾഫിൽ നിന്നാണോ ചോദിക്കുന്നത്? അതെ അതെ. നിങ്ങൾ ഓൾറെഡി ഒരു വോട്ടിന് വേണ്ടി അപേക്ഷിച്ചോ ഇപ്പോ? അതെ, ഞാൻ ഗൾഫിലല്ല, എന്റെ ബ്രദർ ഗൾഫിലാണ്. അദ്ദേഹത്തിന് വോട്ടുണ്ടോ നാട്ടില്? ഇല്ല, നാട്ടിൽ വോട്ടില്ല. നാട്ടിൽ വോട്ടില്ലാത്ത ഒരാള് പുതിയതായിട്ട് ഫോം 6A പൂരിപ്പിച്ചു അല്ലെ? പൂരിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ അപേക്ഷ ഉണ്ടല്ലോ, നമ്മളൊരു ടാങ്കിൽ വെള്ളം നിറച്ച പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കും. അത് ഡിസംബർ 9 ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫോമുകളൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകും. അതെ അതെ, അതിനുകൊണ്ട് നമ്മളോട് ഇപ്പൊ അപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല, അത് ഏതോ വീഡിയോ കേട്ടിട്ട് അപേക്ഷിച്ചതാണ്. ഇപ്പൊ ഒന്നും അപേക്ഷിക്കരുത്. ഇപ്പൊ ചെയ്തിട്ട് അത് ഫ്രീസ് ആയി അവിടെ ഇരുന്നോട്ടെ, അത് പ്രശ്നമില്ല. ഞാനിപ്പോ നിങ്ങളോട് ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ വീഡിയോയിൽ ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോ ഒരാളുടെ ഫോട്ടോ ഇവിടെ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്തു, പക്ഷെ ആ ഡിലീറ്റ് ചെയ്ത അപേക്ഷയും നമ്പറും ഒക്കെ വന്നു, പക്ഷെ അത് ഇപ്പൊ ഡിലീഷൻ ആവില്ല. ഫൈനൽ ലിസ്റ്റ് വരുമ്പോ അത് ശരിയാവും. പക്ഷെ അപേക്ഷ സ്വീകരിക്കും, ചിലപ്പോ സ്വീകരിക്കുമായിരിക്കും. ഞാൻ നോക്കിയിട്ടില്ല ഫോം 6A ഓൺലൈൻ്റെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ തന്നെ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് പോകുന്ന സംഗതിയാണ് പറയുന്നത്. ഒരേ സമയത്ത് ഞങ്ങൾ ഓഫ്ലൈൻ ഫോം പൂരിപ്പിച്ച് വാങ്ങുന്നു, അയാൾ വേറൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ഓൺലൈനിൽ ഇത് ചെയ്യുന്നു. അതും ഇതും കൂടി ആയുർവേദവും ഇംഗ്ലീഷും ഒന്നിച്ച് കഴിച്ച പോലെ ആവും. ഒന്നും ചെയ്യാതിരിക്കണം. 9-ാം തീയതിക്ക് ശേഷം ചെയ്താൽ മതി അല്ലേ? അതെ അതെ, ഇപ്പൊ ചെയ്താലൊക്കെ അവർക്ക് കോൺട്രാ എൻട്രി ആവും. ശരിയാ. ഒരു സംശയമുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യം നമുക്ക് പ്ലീസ് ഒന്ന് ചോദിച്ചോട്ടെ? പിന്നെ ഇതിപ്പോ നമ്മള് നമ്മളെ 2002 നമ്മള് ആരും രക്തബന്ധുക്കൾ ആരെയും ചേർക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ഫോമിന്റെ മേലെയുള്ള നമ്മളെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തു. അപ്പൊ ഹിയറിംഗിന് വിളിക്കുമ്പോൾ നമ്മൾ രേഖ കാണിക്കേണ്ടത് പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും മതിയല്ലോ? അല്ല, ഈ 13 രേഖകളുടെ ഒരു ഇത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ. അതിൽപ്പെട്ട നിങ്ങളെ കയ്യിൽ എന്തൊക്കെ രേഖകൾ ഉണ്ടോ ആ രേഖകളൊക്കെ ഈ നോട്ടീസിൽ 13 രേഖകൾ നമ്മൾ യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അത് ശരിയാക്കി വെച്ചാൽ മതി.
അപ്പൊ അതിലുള്ള എല്ലാ രേഖയും കാണിക്കണ്ടുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങളുടെ നമ്മളിപ്പോ അടുത്തുള്ള രേഖകള് 87-ന് മുമ്പ് ജനിച്ചവരാണെങ്കിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ടല്ലോ. അതൊന്നും വായിച്ചിട്ട് തലകുണ്ണാക്കണ്ട. നമ്മൾ ആ അത്യാവശ്യം ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഈ ആ. നാട്ടിൽ വന്നിട്ട് ഇത്ര കൊല്ലമായി, ഞാനിവിടെ ഇന്ന ആളെ കല്യാണം കഴിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ വീടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൂഫുകൾ. ഇപ്പൊ നമ്മളെ പാസ്പോർട്ട് ഒരു അഡ്രസ്സിലും റേഷൻ കാർഡ് വേറൊരു വീട്ടിലെ അഡ്രസ്സിലാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ള പ്രൂഫ് കാണിക്കേണ്ടി വരും. അത് കാണിക്കേണ്ടി വരും അല്ലേ? നിങ്ങൾ ഏത് സ്ഥലത്താണോ വോട്ടറായിട്ട് ചേരാനും നിൽക്കാനും ഉദ്ദേശിക്കുന്നത് ആ, ആ, ആ ആ, സ്ഥലത്തെ റെസിഡന്റ് ആണ് എന്നുള്ളതിന്റെ തെളിവ് കാണിക്കേണ്ടി ഇപ്പൊ വരും. റേഷൻ കാർഡും പിന്നെ പാസ്പോർട്ടിൽ വിസ ഉണ്ടെങ്കിൽ ഒരിക്കലും സ്വീകരിക്കില്ല. ഇല്ല വിസ ഇല്ല, അല്ല വിസന്റെ അല്ല. പിന്നെ ഈ റേഷൻ കാർഡും പിന്നെ ആധാർ കാർഡും ഒക്കെ ഒരു അഡ്രസ്സിലാണ്, പാസ്പോർട്ട് വേറൊരു അഡ്രസ്സിലാണ് ഉള്ളത്. പാസ്പോർട്ടും മറ്റ് പാസ്പോർട്ട് കാണിക്കണ്ട, സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ. ആ വിരുദ്ധമായത് കാണിക്കണ്ട. അല്ല, നമ്മളിപ്പോ ചേരാൻ ഉദ്ദേശിക്കുന്നത് പാസ്പോർട്ടിലുള്ള അഡ്രസ്സിൽ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് പാസ്പോർട്ട് കാണിച്ചാൽ പോരെ? പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ പ്രൂഫ്. അതിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ ആ അഡ്രസ്സിൽ. ഓക്കെ, വാലിഡ് അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട്, അത് മതിയാവില്ലേ? പാസ്പോർട്ടൊക്കെ വാല്യൂഡ് ആയിരിക്കുമല്ലോ അല്ലേ? ആ വാല്യൂഡ് ആണ്. ആ. സ്വീകരിക്കും സ്വീകരിക്കുമല്ലോ അല്ലെ എന്ന് ഞാൻ പറയുന്നു. പക്ഷെ അത് സ്വീകരിക്കേണ്ടത് ERO, ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറാണ്. അല്ല, ഇത് നമ്മള് ഈ മറ്റേ ആധാർ കാർഡിന്റെ അഡ്രസ്സ് വേറെ ആണുള്ളത്, അതുകൊണ്ടാ ചോദിക്കുന്നത്. അങ്ങനെ പ്രശ്നമില്ല, നിങ്ങൾ ഇതാണല്ലോ പ്രൂഫ് വെക്കുന്നത്. അതെ, ആധാർ കാർഡ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുവാണെങ്കിൽ സമയമുണ്ട്. ആധാർ കാർഡ് ആധാർ കാർഡ് തിരുത്തണമെങ്കിൽ റേഷൻ കാർഡ് അടക്കം മാറ്റണം. അത് അപ്പൊ അങ്ങനെ തിരുത്താൻ ഒക്കെ പറ്റുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടാ ഉള്ളത് അല്ലേ? ഇതിന്റെ അനുബന്ധമായിട്ടൊരു ചോദ്യം. നമ്മുടെ 6A പൂരിപ്പിക്കുമ്പോൾ ഒരാളെ പാസ്പോർട്ടിലെ അഡ്രസ്സ് ഒന്നും പിന്നെ ആധാറിലെ അഡ്രസ്സ് വേറൊന്നാണ്. അപ്പൊ നമ്മൾ ഏത് ഫോം 6A എടുക്കുന്ന രേഖ പാസ്പോർട്ടാണ്. അതാണ്. ഓക്കെ, അദ്ദേഹത്തിന് പാസ്പോർട്ടിൽ എവിടെയാണോ അഡ്രസ്സ് അവിടെയാണ് അയാൾക്ക് വോട്ട് ചേർക്കാൻ പറ്റും. താങ്ക് യു. റാസി, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാലോ. അപ്പൊ അതിന് സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സയ്യിദ് ഇബ്രാഹിം മിനാർ ഇത് സംബന്ധമായിട്ടുള്ള ഈ SIR-മായി ബന്ധപ്പെട്ട സേവനങ്ങളെ കുറിച്ചൊരു പരിചയപ്പെടുത്തും. മിനാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സേവനങ്ങളെ കുറിച്ച് തന്നെ സയ്യിദ് ഇബ്രാഹിമിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ നല്ലൊരു ഓറിയന്റേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇസ്മായിൽ സാഹിബ് BLMമാരുടെ മാസ്റ്റർ ട്രെയിനറാണ്. SIR സംബന്ധിച്ച എല്ലാ ട്രെയിനിങ്ങും കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹമാണ് ആ ഭാഗത്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആധികാരികമായി അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ പാനിക്കാവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ മുമ്പ് കോവിഡ് കാലത്തും നോട്ട് നിരോധന കാലത്തും പാനിക്കാതെ ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ലൊരു ധാരണ വന്നിട്ടുണ്ട്. നമ്മൾ പാനിക്കാവരുത്, അതേസമയത്ത് ഇതിനെ നെഗ്ലക്ട് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. പലരും എന്തിനാ വോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് മനസ്സിലാക്കേണ്ടത്, ഒന്നാമത് വോട്ടർ സിസ്റ്റം എന്നുള്ളത് ഒരു ആധികാരിക രേഖയാണ്. രണ്ടാമത് ഇപ്പോൾ നടക്കുന്ന SIR, 23 കൊല്ലം ശേഷം നടക്കുന്ന SIR-ൽ മറ്റു ചില മാനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമ്മളെല്ലാവരും ഇന്ത്യൻ വോട്ടറായി തീരാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഇപ്പൊ നേരത്തെ ഷുക്കൂർ സാഹിബ് പറഞ്ഞതുപോലെ മിനാർ ഇത് സംബന്ധിച്ച് ചില ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായാലും അടുത്ത ദിവസം തന്നെ, കുറെ നീണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, അടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ച അറിയിപ്പുകൾ കിട്ടും. ഈ ഫോം ഫില്ല് ചെയ്യാനും വോട്ട് സെർച്ച് ചെയ്യാനൊക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്രദേശത്തും ക്ലബ്ബുകളും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ മഹല്ലി സംവിധാനങ്ങൾ അടക്കം വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന സന്ദർഭമാണ്. ഇപ്പൊ മിനാറും അത് സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. അപ്പോ അതില് നമ്മള് ഇസ്മായിൽ സാഹിബിന് വലിയൊരു ബിഗ് താങ്ക്സ് പറയാണ്. വളരെ അതോറിറ്റേറ്റീവായിട്ട് ഇതിലെ വിഷയം വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവായിക്കൊണ്ട് നൽകിയ ഈ സെഷൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. തുടർന്ന് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇസ്മായിൽ സാഹിബൊക്കെ അവൈലബിൾ ആവുമെന്ന് കരുതുന്നു. ഇസ്മായിൽ സാഹിബ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പ്രദേശത്തുകാരൻ തന്നെയാണ്, ഒരു പരിധി വരെ നമുക്ക് പറയാം. അദ്ദേഹം പാലക്കാട് ഞാൻ ആദ്യം പഠിച്ചതാണ്. അതന്നെ
നമ്മുടെ ഒരു പ്രോഡക്റ്റ് തന്നെ, നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും. കാരണം ഈ നേരത്തെ പറഞ്ഞല്ലേ, ഇതിൻ്റെ ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ എന്നാൽ പാനിക് ആവേണ്ടതില്ല. അതിനെക്കുറിച്ചുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസാണ് ഇസ്മായിൽ സാഹിബിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇസ്മായിൽ സാഹിബിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. റാസി ക്ലോസ് ചെയ്യല്ല. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. താങ്ക്സ് ലോട്ട്.